സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ, നിനക്കെതിരായി വരും ആയുധം ഫലിക്കില്ല, നിനക്കെതിരായി വരും ആയുധം ഫലിക്കില്ല, നിന്റെ ഉടയവൻ നിന്നവകാശം തന്റെ ദാസരിൻ നീതിയവൻ, നിന്റെ ഉടയവൻ നിന്നവകാശം തന്റെ ദാസരിൻ നീതിയവൻ, എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ സന്ധ്യാസമയത്തും വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു സാക്ഷിയായി നിൽക്കുവാൻ ദൈവം നൽകിയ വലിയ അവസരത്തിനായി നന്ദിയോടെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് വിപിൻ. ഞാൻ ഈ ഭവനത്തിൽ ജനിച്ചു വളർന്നതാണ്. ഈ ഭവനത്തിലെ ഏറ്റവും ഇളയ മകനായിട്ടാണ് ഞാൻ ജനിച്ചു വളർന്നത്. എല്ലാവർക്കും എന്നെ അറിയാവുന്ന ഒരുപാട് പേര് എൻ്റെ അയൽക്കാരായ എല്ലാവരും ഉണ്ട് ഇവിടെ. എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ 2016 അബുദാബിയിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കെ അവിടെ സ്റ്റാഫിനെ കുറച്ച സന്ദർഭത്തിൽ എൻ്റെ ജോലി നഷ്ടമായി ഞാൻ നാട്ടിലേക്ക് കടന്നു വരുവാനിടയായി. ശേഷം ഞാൻ വിദേശത്തേക്കൊക്കെ പോകാൻ ഒരുപാട് ട്രൈ ചെയ്തു. എന്നാൽ ഇതൊന്നും എനിക്ക് സാധിച്ചില്ല. പലയിടത്തും ഇൻ്റർവ്യൂ പാസ്സായി, പാസ്പോർട്ട് മേടിച്ച് വെച്ചു. എന്നാൽ 8-9 മാസം അത് വെച്ചിട്ട് പിന്നെ സാധിക്കത്തില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വന്നു. ഞാൻ ചെക്ക് റിപ്പബ്ലിക്കിലേക്ക് പോകാൻ 1.5 ലക്ഷം രൂപ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്തിരുന്നു. എന്നാലും അതും ഏകദേശം 1 വർഷത്തോളം അവർ പൈസ വെച്ചിട്ട് പിന്നെ പോകാൻ സാധിച്ചില്ല. എൻ്റെ മുമ്പ് വരെയുള്ള ബാച്ച് പോയി, എന്നാൽ ഞാനായ ബാച്ച് പോകാൻ സാധിച്ചില്ല. വേറെ എൻ്റെ ബന്ധുക്കൾ മുഖേന പല കമ്പനികളിൽ ഞാൻ ബയോഡേറ്റ അയച്ചു കൊടുത്തു. എൻ്റെ ശമ്പളം എഴുതി എനിക്ക് മെയിൽ അയച്ചു തന്നിട്ടുണ്ട്. ഇത്ര ശമ്പളത്തിൽ നിന്നെ അപ്പോയിൻ്റ് ചെയ്യുമെന്ന് എഴുതി മെയിൽ അയച്ചു തന്നിട്ടുണ്ട്. എന്നിട്ടും എനിക്ക് ആ ജോലിക്ക് കയറാൻ സാധിച്ചില്ല. ഏകദേശം 3 വർഷക്കാലം ഞാൻ ജോലിയില്ലാതെ ഇവിടെ ഞാൻ തേരാപ്പാര നടന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പം ഞാൻ ആ സമയത്ത് നന്നായി മദ്യപിക്കുമായിരുന്നു. 2010 മുതൽ ഞാൻ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ജോലി ചെയ്യുന്നതാണ്. അപ്പോൾ അന്ന് മുതലേ ഒരു മദ്യപാനം ഉണ്ട്. അപ്പോൾ ഈ 3 വർഷം ഞാൻ നന്നായി മദ്യപിക്കുമായിരുന്നു.
രാവിലെയും വൈകിട്ടും ഞാൻ മദ്യപിച്ച് ഞാൻ കടന്നു വരുമായിരുന്നു. ഫാദിയെപ്പറ്റി എനിക്കൊരു ചിന്തയില്ലായിരുന്നു എന്നുള്ളതായിരുന്നു വാസ്തവം. ഇങ്ങനെ അങ്ങ് തീരുന്നെങ്കിൽ പോകുന്നെങ്കിൽ പോകട്ടെ, അല്ല തീരുന്നെങ്കിൽ തീരട്ടെ എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു. എന്നാൽ ഇതിൻ്റെ മധ്യത്തിൽ ഞാൻ ആദ്യമായി എനിക്ക് പോകാവുന്ന പള്ളികളിലെല്ലാം ഞാൻ പോയി. അടുത്തുള്ള പള്ളികളിൽ, ദൂരെയുള്ള പള്ളികളിൽ, മറ്റു സംസ്ഥാനങ്ങളിലുള്ള പള്ളികളിൽ, ഇവിടെയൊക്കെ ഞാൻ പോയി നേർച്ച കാഴ്ചകൾ കഴിച്ചു. എന്നാൽ എൻ്റെ ജീവിതത്തിൽ യാതൊരു മാറ്റവും ഉണ്ടായില്ല. പിന്നെ എൻ്റെ ചിലരുടെ ഇത് കേട്ടിട്ട് ഞാൻ ചില ജ്യോത്സ്യന്മാരെ കാണുവാനായിട്ട് കടന്നുപോയി. ഇന്ന് കണ്ട ജ്യോത്സ്യനേക്കാളും മെച്ചമായൊരു ജ്യോത്സ്യനെ ഞാൻ പിറ്റേന്ന് കാണാൻ ശ്രമിക്കും. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് തൃശ്ശൂർ വരെ, തൃശ്ശൂരിൽ നിന്നൊക്കെ രാജൻ ബ്രദറൊക്കെ വന്നിട്ടുണ്ട്, ഞാൻ തൃശ്ശൂർ വരെ ഞാൻ പോയി ജ്യോത്സ്യന്മാരെ കണ്ടിട്ടുണ്ട്. തിരുവനന്തപുരത്ത് പോയി ഞാൻ ജ്യോത്സ്യന്മാരെ കണ്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ മാത്രം യാതൊരു മാറ്റവും ഉണ്ടായില്ല. ജീവിതത്തിൻ്റെ അവസ്ഥകളെല്ലാം അതുപോലെ തന്നെ, നമ്മൾ മുടക്കുന്ന പൈസ എല്ലാം ഇങ്ങനെ പോകുന്നു എന്നല്ലാതെ യാതൊരു മാറ്റവുമില്ല. ശേഷം ഞാൻ ഇവളുടെ ദൈവങ്ങൾക്ക് ശക്തിയില്ലാത്തത് കൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞ് ഞാൻ മുസ്ലിം അവരുടെ വിശ്വാസത്തിൽ, അവരുടെ ഇതിൽ അവരെ കാണുവാനായിട്ട് കടന്നുപോയി. അവരെ കാണുവാനായി കടന്നു ചെന്നിട്ട് അതും ഇതുപോലെ നമ്മൾ പൈസ കൊടുക്കുന്നു, അല്ലാതെ നമ്മുടെ കാര്യങ്ങളൊന്നും ക്രമപ്പെടുന്നില്ല. ഇങ്ങനെയൊരു സാഹചര്യമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. ഇതിൻ്റെ മധ്യത്തിൽ ഞാൻ രാത്രി മദ്യപിച്ചിട്ട് കിടന്നാൽ രാത്രി ഒരു 1 മണി 2 മണിയൊക്കെ ആകുമ്പോൾ ബോധം വരും. ആ സമയത്ത് ഞാൻ ദൈവത്തോടൊന്നും ആ കിടക്കയിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു അവസ്ഥ കടന്നു വരുന്നു? 30-ാമത്തെ വയസ്സിൽ എൻ്റെ ജോലി നഷ്ടപ്പെട്ടതാണ്. വിവാഹം കഴിക്കേണ്ട സമയമായി, ഒന്നും സാധിക്കുന്നില്ല. അപ്പം വളരെ വിഷമമുണ്ടായിരുന്നു. ആ രാത്രി ഞാൻ ദൈവത്തോട് കട്ടിൽ കിടന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതായിരുന്നു എൻ്റെ ഒരു പ്രാർത്ഥന. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ഓഗസ്റ്റ് മാസം 2018 ഓഗസ്റ്റ് മാസം ഒരു വെളുപ്പിനെ 3 മണി ആയപ്പോൾ ഞാൻ എൻ്റെ പേര് വിളിക്കുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. ബാവേ എന്ന് എന്നെ പേര് ചൊല്ലി വിളിച്ചു. ഞാൻ ചാടി എഴുന്നേറ്റു. ഒറ്റ സെക്കൻഡിൽ ഞാൻ ചാടി എഴുന്നേറ്റ് എന്തോ എന്ന് വിളി കേട്ടു. എൻ്റെ ഉദ്ദേശം എൻ്റെ പപ്പ എന്നെ വിളിച്ചു എന്നാണ്. ഞാൻ പപ്പായുടെ അടുത്ത് എന്ന് ചോദിച്ചു. പപ്പ പറഞ്ഞു, ഞാൻ നിന്നെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു പോയപ്പോൾ എൻ്റെ മനസ്സിലെ ഷൗമേൽ ബാലിനെ ദൈവം വിളിച്ചൊരു കാര്യം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. ഞാൻ അന്ന് വളരെ നാളുകൾക്ക് ശേഷം പാതിരിച്ച് മുട്ടിൽ നിന്ന് ഒന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ ജീവിതത്തിൽ ഞാൻ വ്യക്തിപരമായിട്ടൊരു സാക്ഷ്യം പറഞ്ഞ് ഞാൻ പറയും, ഞാൻ അത്രയും നാളും അന്ധകാരം നിറഞ്ഞൊരു മുറിയിലിരിക്കുകയായിരുന്നു. ആരോ എന്നെ എടുത്ത് വെളിച്ചമുള്ളൊരു മുറിയിലേക്ക് കൊണ്ടുവച്ച ഒരു അവസ്ഥ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് ഫീൽ ചെയ്തു. മദ്യപാനം, പുകവലി, ഈ 2 ദുർസ്വഭാവം എനിക്കുണ്ടായിരുന്നു. ഞാൻ സിഗരറ്റ് മേടിക്കുമ്പോൾ ഇവിടുത്തെ അടുത്തൊരു കടയിൽ ഒരു ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്തിനാ അമ്മനെ ഇങ്ങനെ സിഗരറ്റ് വലിക്കുന്നത്? എന്നാൽ ചേച്ചി എന്നോട് ചോദിച്ചിട്ടുണ്ട്, അവർക്ക് എൻ്റെ ഇത് കണ്ടിട്ട് വിഷമം തോന്നിയിട്ടായിരിക്കാം, അവർ കച്ചവടം ചെയ്യുന്നത് അവർക്ക് മിണ്ടാതിരുന്നാൽ മതി. പക്ഷെ അവർ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ദൈവം വലിയൊരു മാറ്റം തന്നു. ഏകദേശം 3 മാസക്കാലം ഞാൻ ഈ മുറിയിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഇത്രയും നാൾ ഞാൻ കൂട്ടുകൂടി ഇങ്ങനെ നടന്നു, എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെക്കുറിച്ച് എന്ത് പറയും എന്ന് ഞാൻ ചിന്തിച്ചു. വേദപുസ്തകം എടുത്തു വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യമായിരുന്നു. ഈ ജനം കൂട്ടുകെട്ടെന്ന് പറയുന്നതിനൊക്കെ നിങ്ങൾ കൂട്ടുകെട്ടെന്ന് പറയരുത്, ഈ ജനം ഭയപ്പെടുന്നതിനൊക്കെ നിങ്ങൾ ഭയപ്പെടരുത്. ഈ വചനമാണ് എന്നോട് ഇടപെടുന്നത്. ഞാൻ ചോദിച്ചത് കൂട്ടുകെട്ടിനെ പറ്റി, ദൈവം എന്നോട് സംസാരിച്ചത് കൂട്ടുകെട്ടിനെ പറ്റി. എൻ്റെ ജീവിതത്തിൽ അതെനിക്കൊരു അനുഭവമായി. മുമ്പോട്ടുള്ള ജീവിതത്തിൽ ഏതൊക്കെ സംശയം ദൈവത്തോട് ചോദിക്കുന്നു, അതിനൊക്കെ വചനത്തിലൂടെ ദൈവം മറുപടി തരാൻ തുടങ്ങി. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഞാൻ സൗദിയിൽ ചെന്നു, ജോലിക്ക് കയറിയപ്പോൾ അവിടെ ഒരുപാട് കൈക്കൂലി മേടിക്കുവാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ എന്നോട് ചിലർ പറഞ്ഞു, കൈക്കൂലി മേടിക്കണം. അപ്പോൾ ഞാൻ സ്നാനപ്പെട്ട സമയമാണ്. അപ്പോൾ എന്നോട് സ്നാനപ്പെടുത്തിയ പാസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എന്ത് ചെയ്താലും ദൈവമക്കളാണെന്നൊരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ വേണം, അതുകൊണ്ടേ നമ്മൾ പ്രവർത്തിക്കാവും. അപ്പം ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു ദൈവസന്നിധിയിൽ, കർത്താവെ, ഞാൻ ഇങ്ങനെയൊക്കെ പൈസ കിട്ടുന്നുണ്ട്, അത് കൈക്കൂലിയായിട്ടല്ല കമ്മീഷനായിട്ടൊക്കെ കിട്ടുന്നത്, അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ന്യായീകരിക്കാം. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു ദൈവത്തോട്. അപ്പം ദൈവം എന്നോട് സംസാരിച്ചിട്ട് ഞാൻ ഇതുപോലെ പ്രാർത്ഥിച്ചിട്ട് ബൈബിൾ എടുത്തു, കണ്ണടച്ചു, വിരൽ വെച്ചു, ഒരു വചനത്തിൽ വെച്ചു. ആ വചനം ഞാനെടുത്ത് വായിച്ചു. ആ വചനം ഇതായിരുന്നു. ലൂക്കോസ് 3-ാം അധ്യായത്തിൽ അതിൻ്റെ 14-ാം വാക്യത്തിലാണ്, നിങ്ങളുടെ ശമ്പളം മതി എന്ന് വെപ്പിൻ. അങ്ങനൊരു വചനം, ശമ്പളം എന്നൊരു വാക്ക് ബൈബിളിലുണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ ഞാൻ വിരൽ വെച്ചത് നിങ്ങളുടെ ശമ്പളം മതി എന്ന് വെപ്പിൻ എന്ന ഇതിലായിരുന്നു. പിന്നത്തേതിൽ ഞാൻ പറയാമല്ലോ, ഞാൻ ജോലി റിസൈൻ ചെയ്ത് ബോംബെ വന്നു. ഏകദേശം 4-5 മാസങ്ങൾക്ക് ശേഷം എനിക്ക് കിട്ടാനുള്ള പൈസ തന്നിട്ടില്ലായിരുന്നു അവർ.
ഏകദേശം 4-5 മാസങ്ങൾക്ക് ശേഷമാണ് എനിക്ക് ആ പൈസ തിരിച്ചു തരുന്നത്. എൻ്റെ കൂടെ ജോലി ചെയ്ത സകലരും പറഞ്ഞു, നീ പൈസ മേടിക്കാതെ പോയാൽ നിനക്ക് ആ പൈസ തരത്തില്ല, നിനക്ക് ആ പൈസ കിട്ടാൻ പോകുന്നില്ല എന്ന്. എന്നാൽ ദൈവം അവിടെ നീതി കാണിച്ചു. ഞാൻ കൈക്കൂലി മേടിച്ചില്ല, ഞാൻ കമ്മീഷൻ മേടിച്ചില്ല, ദൈവം എനിക്ക് കിട്ടാനുള്ള പൈസ തിരിപ്പിച്ചു എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ ദൈവം പടിപടിയായി ഇതുവരെയും നടത്തി. നാട്ടിലേക്ക് കടന്നു വന്നു. ഒരു കൺവെൻഷൻ്റെ ആഗ്രഹമുണ്ടായിരുന്നു. പെട്ടെന്ന് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. കൺവെൻഷൻ്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുകയായിരുന്നു. സ്തോത്രം. ഞാൻ എല്ലാ വിശ്വാസങ്ങളുടെയും പുറകിന് പോയതുകൊണ്ട് എനിക്ക് അടിയുറച്ച് വിശ്വസിക്കുവാൻ പറ്റും ഞാൻ കണ്ടെത്തിയ എൻ്റെ കർത്താവിനെ, എൻ്റെ രക്ഷകനെ. എനിക്ക് ആ രക്ഷകനെ എനിക്ക് ഉയർത്തുന്നതിന് യാതൊരു മടിയുമില്ല എന്നുള്ളതാണ് വാസ്തവം. എനിക്കറിയാവുന്നവരോടും സുഹൃത്തുക്കളോടും ഒക്കെ ഞാൻ പറഞ്ഞു, എൻ്റെ സമാനമായ അവസ്ഥയിൽ മദ്യപിച്ച് നടക്കുന്നവർ, കുടുംബജീവിതം തകർന്നവർ അനവധി പേര് ഈ ദേശത്ത് തന്നെ, ഈ ചുറ്റുപാടിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇവിടെയുള്ളവർക്കൊക്കെ അറിയാം. എന്നാൽ ഇവർക്കാർക്ക് ഈ ദൈവത്തിങ്കിലേക്കൊന്ന് മടങ്ങി വരുവാൻ മനസ്സായെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു വിടുതലായിരിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു അനുഗ്രഹമായിരിക്കും എന്നുള്ളതാണ് വാസ്തവം. മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ നൽകപ്പെട്ട ഏകനാമം യേശു എന്ന നാമമാണ് എന്നുള്ളത് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ ഞാൻ വിരമിക്കുന്നു. മുഴുവനായിട്ടൊന്നും സാക്ഷ്യം പറയാൻ സാധിച്ചിട്ടില്ല, എങ്കിലും അല്പമായി എന്ന് പറഞ്ഞതാണ്. സ്തോത്രം. ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന പ്രിയ അജയ് ആന്റണി പാസ്റ്ററെ VR1 ജീസസ് ക്രൈസ്റ്റിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എല്ലാവരുടെയും കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താം. കർത്താവിൻ്റെ ഏറ്റവും പരിശുദ്ധമായ നാമം അനുഗ്രഹീതമായ ഈ രാത്രിയിലും വാഴ്ത്തപ്പെടട്ടെ. ഒരുപാട് ആത്മഭാരത്തോടെ പ്രവർത്തിച്ചു വരുന്ന VR1 ജീസസ് ക്രൈസ്റ്റ് എന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇവിടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച ഈ യോഗങ്ങളിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ നമ്മുടെ ഏവരുടെയും പ്രത്യാശയാകുന്ന യേശുക്രിസ്തുവിൻ്റെ നിർമ്മലമായ സുവിശേഷത്തിൻ്റെ വിളംബരങ്ങൾക്ക് ഏറെ വിശ്വാസങ്ങളുടെ വേരുകൾ ഉറങ്ങിക്കിടക്കുന്ന ഈ നാട്ടിൽ ഒരു രാത്രി കൂടെ സാക്ഷ്യം വഹിപ്പാൻ എനിക്കിവിടെ ലഭ്യമായ അവസരം ഒരു വലിയ ഭാഗ്യമായിട്ട്, പദവിയായിട്ട് കരുതുന്നു. പരിമിതികളുടെ പലതുണ്ടെങ്കിലും അതിൻ്റെ നടുവിൽ ഈ ആത്മീക സമ്മേളനത്തെ ഇത്രത്തോളം അനുഗ്രഹമാക്കി തീർത്ത സർവശക്തനായ ദൈവത്തിന് എല്ലാ പുകഴ്ചകളും ആദരവുകളും അവിടുത്തെ പാദപീഠത്തിൽ പ്രാരംഭമായിട്ട് അർപ്പണം ചെയ്യുന്നു. ഈ യോഗങ്ങളുടെ മുമ്പിൽ ഒരുപാട് പ്രാർത്ഥിച്ച, പ്രയത്നിച്ച എല്ലാ വിശ്വാസ സമൂഹത്തെയും കർത്തൃദാസന്മാരെയും ഇന്ന് രാത്രിയിൽ ഹൃദയംഗമായിട്ട് അഭിനന്ദിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ മഹത്വമുള്ള വേലയിൽ പൂർവാധികം ശക്തിയോടെ വർദ്ധിച്ചു വരുന്നവരായിരിക്കാൻ നിങ്ങൾക്ക് ഇടവരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വളരെ അനുഗ്രഹീതമായ ഈ യോഗങ്ങളിലേക്ക് ദൈവവചന പ്രഭാഷണത്തിന് എനിക്ക് ഒരവസരമൊരുക്കിയ ഇതിൻ്റെ ഭാരവാഹികളോട് ഊഷ്മളമായ നന്ദി ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ആരംഭമായിട്ട് രേഖപ്പെടുത്തുന്നു. വളരെ പ്രാർത്ഥനയോടും ഏകാഗ്രതയോടും ദൈവസന്നിധിയിൽ അല്പനിമിഷങ്ങൾ നമുക്ക് ആയിരിക്കണം. വളരെ ശാന്തമായിട്ട് ദൈവവചനത്തിൽ നിന്നും ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിച്ച് സമയബന്ധിതമായിട്ട് അവസാനിപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഈ പ്രവർത്തനത്തിൻ്റെ മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന പ്രിയ സൈമൺ ബ്രദർ ഈ യോഗത്തെക്കുറിച്ച് എന്നോട് ഓർപ്പിച്ച അന്ന് മുതൽ പല പ്രാവശ്യം വിളിക്കുകയും ഫോണിലൂടെ അദ്ദേഹം കാര്യങ്ങൾ പറയുകയും ചെയ്തു. ഒരുപാട് സന്തോഷം ഹൃദയത്തിലുണ്ട്.
സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുക എന്ന ലക്ഷ്യത്തോടെ വളരെ ആത്മഭാരത്തോടെ ഒരുപറ്റം കർത്തൃദാസന്മാർ പ്രവർത്തിച്ചു വരുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവർത്തനമാണ്. ഇതിനോടകം നാടിൻ്റെ നാനാഭാഗങ്ങളിൽ മാനവരാശിയുടെ രക്ഷയ്ക്ക് കാരണമായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ വിളംബരം ചെയ്യുവാൻ പ്രിയപ്പെട്ടവർക്ക് അവസരം ലഭ്യമായതും വളരെ സന്തോഷത്തോടെ ഓർക്കുന്നു. സുവിശേഷ പ്രചരണാർത്ഥം പ്രിയപ്പെട്ടവർ നടത്തി വരുന്ന ഈ സംരംഭങ്ങളിൽ എനിക്കുമൊരു ഭാഗമാകുവാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ രാത്രിയിൽ ഈ മഹായോഗത്തിൻ്റെ ഏറ്റവും ആദരണീയനായ അധ്യക്ഷൻ, ഈ സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഏറെ ബഹുമാന്യരായ എൻ്റെ സഹപ്രവർത്തകർ, നല്ല ഗാനങ്ങളിലൂടെ ആരാധനയിൽ നമുക്ക് ഒരുപാട് പ്രോത്സാഹനം നൽകുന്ന അനുഗ്രഹീതരായ ഗായക സംഘം, ഈ രാത്രിയിലെ വിവിധ സ്ഥലത്തു നിന്നും ദൈവവചനത്തിൻ്റെ കേൾവിക്ക് ഇവിടെ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരായ സദസ്സ്, ഈ ശബ്ദപരിധിയിൽ വീടുകൾക്കകത്തും പുറത്തുമൊക്കെ ഞങ്ങളുടെ പ്രഭാഷണങ്ങൾ, ഗാനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദേശനിവാസികൾ, ഏവർക്കും ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ഊഷ്മളമായ അഭിവാദനങ്ങൾ, സ്നേഹാഭിവാദനങ്ങൾ. ആമുഖങ്ങൾ ഉപസംഹരിക്കുകയാണ്. ദൈവവചനത്തിൻ്റെ ചിന്തകളിലേക്ക് പ്രവേശിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. ഈ രാത്രിയിലെ ദൈവവചന പ്രഭാഷണത്തിന് ഉപോത്ബലകമായി ഏവർക്കും വളരെ പരിചിതമായ ഒരു വേദഭാഗം നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. യിരെമ്യാവിൻ്റെ പ്രവചനമാണ് 8-ാമത്തെ അധ്യായം. അതിൻ്റെ 21-22 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ബൈബിൾ കൊണ്ടുവന്നിട്ടുള്ളവർ വേദപുസ്തകം തുറക്കാം. യിരെമ്യാവിൻ്റെ പ്രവചനം എടുക്കാം. അതിൻ്റെ 8-ാമത്തെ അധ്യായം 21-22 വാക്യങ്ങൾ ഞാൻ വായിക്കുമ്പോൾ ദയവായി നിങ്ങൾ എന്നോട് ചേർന്ന് ആ വാക്യം വായിക്കണം. നമുക്ക് ഒരുമിച്ച് വായിക്കാം. എൻ്റെ ജനത്തിൻ പുത്രിയുടെ മുറിവ് നിമിത്തം ഞാനും മുറിപ്പെട്ട് ദുഃഖിച്ച് നടക്കുന്നു. സ്തംഭനം എന്നെ പിടിച്ചിരിക്കുന്നു. ഗിലെയാദിൽ സുഗന്ധ തൈലം ഇല്ലയോ? അവിടെ വൈദ്യൻ ഇല്ലയോ? എൻ്റെ ജനത്തിൻ പുത്രിക്ക് രോഗശമനം വരാതെ ഇരിക്കുന്നത് എന്ത്? നല്ല തിരുവചനത്തിനായിട്ട് നമ്മുടെ വിശുദ്ധ കൈകൾ ഉയർത്തി ഒന്ന് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം ശക്തിയോടെ. കണ്ണുകളെല്ലാം ദൈവമുൻപാകെ അടച്ച് നമ്മുടെ തലകൾ വണക്കി നമ്മുടെ ഹൃദയത്തെ വെള്ളം പോലെ ദൈവമുൻപാകെ പകർന്ന് ഒരു വാക്ക് ഈ വചനത്തിനായി നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ജീവന്റെ അപ്പമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ആകാശം ഒഴിഞ്ഞു പോയാലും ഭൂമി ഇല്ലാതായാലും ഒരിക്കലും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ നിസ്തുല്യ വചനങ്ങൾക്കായി സ്തോത്രം. ഈ രാത്രിയിലെ ധ്യാനത്തിന് ആധാരമായി ഞങ്ങൾ വായിച്ച തിരുവെഴുത്തിനെ പ്രതീക്ഷയോടെ, സ്തോത്രത്തോടെ, പ്രാർത്ഥനയോടെ അങ്ങയുടെ കരങ്ങളിൽ തരുമ്പോൾ ഈ രാത്രി തിരുവെഴുത്തിൻ്റെ പൊരുളുകൾ ഞങ്ങൾക്ക് തിരിച്ചു തരുവാൻ പരിശുദ്ധാത്മാവ് തന്നെ തുണ നിൽക്കണമേ. ബലഹീനന്റെ നാവിൽ ലാവണ്യം പകരണമേ. ദുർബലമായ നാവിനെ ഒരു രാത്രി കൂടെ സമർത്ഥകനായി ലേഖകന്റെ എഴുത്തുകോലാക്കി മാറ്റാൻ അങ്ങേക്ക് പ്രസാദം തോന്നണമേ. ഈ രാത്രിയിലെ സന്ദേശം ഞങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ ചിലരുടെ ഹൃദയം അങ്ങേക്കായി തുറക്കപ്പെടുവാൻ, ചിലരുടെ ഹൃദയത്തിൻ്റെ ശ്രീകോവിൽ അങ്ങേ രക്ഷകനായി പ്രതിഷ്ഠിക്കുവാൻ, ചിലരുടെ പേര് കൂടെ ജീവന്റെ പുസ്തകത്തിൻ്റെ താളിൽ കുറിക്കപ്പെടുവാൻ ഈ രാത്രിയിൽ മുഴങ്ങുന്ന സന്ദേശത്തിൻ്റെ പിമ്പിൽ അങ്ങയുടെ കരം ചലിക്കണമേ. അങ്ങയുടെ ആത്മാവ് വ്യാപരിക്കണമേ. സുവിശേഷത്തിൻ്റെ പ്രകാശനങ്ങൾക്ക് വിരോധമായി ഉയരുന്ന സകല ഉയർച്ചകളെയും അവിടുന്ന് തന്നെ ശാസിച്ച് ഈ അന്തരീക്ഷം ഞങ്ങൾക്ക് അനുകൂലമാക്കണം. യേശു മൂലം അപേക്ഷിക്കുന്നു, കേൾക്കണമേ പിതാവേ. പ്രാർത്ഥനയോടെ നിങ്ങളെന്നെ ശ്രദ്ധിക്കുക. ഈ രാത്രിയിലെ എൻ്റെ സന്ദേശത്തിൻ്റെ സമാപനം
ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് പ്രത്യാശയുടെ പാട്ട് പാടി ദൈവത്തെ ആരാധിച്ച് ബലത്തോടെ ഈ രാത്രിയിൽ നമുക്ക് മടങ്ങണം. ഈ രാത്രിയിലെ ദൈവവചനത്തിൻ്റെ ധ്യാനത്തിന് ആധാരമായിട്ട് നിങ്ങളെ പരസ്യമായി വായിച്ചു കേൾപ്പിച്ച ഈ വേദഭാഗം നിങ്ങൾക്ക് പരിചിതമാണെന്ന് കരുതുന്നു. കർത്താവിൻ്റെ വേലിയിലായിരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകർക്ക് ഈ വേദഭാഗങ്ങൾ ഏറെയേറെ സുപരിചിതമാണ്. എന്നെ സംബന്ധിച്ച് ഈ വാക്യം ഒരു പുതിയ വാക്യമല്ല. ഇതിലെ സന്ദേശവും പുതിയ സന്ദേശമല്ല. സുവിശേഷ പ്രഭാഷണത്തിന് എനിക്ക് ലഭിക്കുന്ന വേദികളിൽ സാധാരണ ഞാൻ പ്രസംഗിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വേദഭാഗമാണ് ഈ രാത്രിയിലെ പ്രഭാഷണത്തിന് ഒരു നിയോഗത്തോടെ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. യിരെമ്യാവിൻ്റെ പ്രവചനം 8-ാം അധ്യായത്തിൻ്റെ 21-22 വചനങ്ങളാണ് ഈ രാത്രിയിലെ പ്രഭാഷണത്തിന് ഉപോത്പലകമായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ വാക്യത്തിൽ കാലദർശനം പ്രാപിച്ച കണ്ണുനീരിൻ്റെ കരുത്തനായ പ്രവാചകൻ യിരെമ്യാവിൻ്റെ ഇടനെഞ്ച് ഇടറിയുള്ള ചില വാക്കുകളാണ് നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. ഈ വാക്യത്തിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് യിരെമ്യാ പ്രവാചകനെ കുറിച്ച് ആമുഖമായി ഒരു 2 കാര്യം ഞാനിന്ന് പറയാം. വേദപുസ്തകത്തിലെ പ്രവാചക ശ്രേഷ്ഠന്മാരിൽ എന്നെ ഏറെ ആകർഷിച്ച, ദൈവത്തിലേക്ക് എന്നെ ഒരുപാട് അടുപ്പിച്ച, എന്നെ ഒത്തിരി സ്വാധീനിച്ചൊരു പ്രവാചകനാണ് യിരെമ്യാവ്. യിരെമ്യാവ് എന്ന കരുത്തനായ പ്രവാചകനെ ഏറെ സ്വാധീനിക്കാനുണ്ടായതിന്റെ പിമ്പിലെ ചില കാരണങ്ങൾ 1, 2, 3 എന്ന ക്രമത്തിൽ ഒന്ന് നിരത്തി ഈ വാക്യത്തിന്റെ വിശദീകരണത്തിലേക്ക് വരാം. 1, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ദൈവത്താൽ വിശദീകരിക്കപ്പെട്ട പ്രവാചകൻ. 2, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ജാതികൾക്ക് പ്രവാചകനായി അഭിഷേകം ചെയ്യപ്പെട്ട പ്രവാചകൻ. 3, തല നിറച്ച് വെള്ളവും കണ്ണുകൾ ഉറവച്ചാലുമാക്കിയ കണ്ണുനീരിന്റെ പ്രവാചകൻ. 4, പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന ജനത്തെ നോക്കി ദൈവത്തിങ്കിലേക്കുള്ള അവരുടെ മടങ്ങി വരവിന് വേണ്ടി ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുന്ന ആത്മഭാരമുള്ള പ്രവാചകൻ. 5, ഇടിക്കുവാൻ വരം ലഭിച്ച പ്രവാചകൻ. 6, പൊളിക്കുവാൻ വരം ലഭിച്ച പ്രവാചകൻ. 7, ഉന്മൂലനം ചെയ്യുവാൻ വരം ലഭിച്ച പ്രവാചകൻ. 8, പണിയുവാൻ ആത്മനിയോഗം പ്രാപിച്ച പ്രവാചകൻ. 9, 5 രാജാക്കന്മാർ മാറി മാറി ഭരണം നടത്തിയ 40 വർഷ കാലഘട്ടങ്ങളിൽ ആത്മീക താല്പര്യം ലെവലേശം അസ്തമിച്ചു പോയ ഇസ്രായേൽ ജനതയുടെ നടുവിൽ യജമാനനെ ഏൽപ്പിച്ച ശുശ്രൂഷ മുഖം നോക്കാതെ ചെയ്ത യിരെമ്യാവിന് തന്റെ ശുശ്രൂഷ അനുഭവിച്ച സമൂഹം കൊടുത്ത സമ്മാനം സ്വീകരണമോ പൂമാലയോ സമ്പത്തോ ഒന്നുമല്ല. ആത്മീക താല്പര്യം ലെവലേശം അസ്തമിച്ചു പോയി ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ ദൈവമേൽപ്പിച്ച ശുശ്രൂഷ 4 പതിറ്റാണ്ട് വിശ്വസ്തയോടെ ചെയ്ത യിരെമ്യാവിന് തന്റെ ശുശ്രൂഷ അനുഭവിച്ച സമൂഹം കൊടുത്ത സമ്മാനം കന്നത്തടിയും അവഗണനകളും അപമാനങ്ങളും നിന്ദകളും ആക്ഷേപങ്ങളും മാത്രമായിരുന്നു. ഇന്ന് രാത്രിയിൽ കൃപ പ്രാപിച്ച ദൈവമക്കളോട് ഒരു കാര്യം പറഞ്ഞ് ഈ വാക്യത്തിന്റെ വിശദീകരണത്തിലേക്ക് വരാം. പ്രാപിച്ച ദൈവകൃപ നിമിത്തം, അറിഞ്ഞ സത്യം നിമിത്തം, ഏറ്റെടുത്ത ശുശ്രൂഷകൾ നിമിത്തം അവഗണനകളോ മാറ്റിവെക്കലുകളോ ഉപദ്രവങ്ങളോ നിന്ദകളോ സഹിക്കുന്ന ആരെങ്കിലും ഈ വീടിന്റെ അങ്കണത്തിൽ എന്നെ കേൾക്കുന്നെങ്കിൽ പതറരുത്, ഉറച്ചു നിൽക്കുക. അതിനപ്പുറം, ഏതിനപ്പുറം, അടിച്ചുയരുന്ന ആക്ഷേപങ്ങൾക്കും അവഗണനകൾക്കും അപ്പുറം ചിലതിനെ പണിയുന്ന, ചിലതിനെ എഴുന്നേൽപ്പിക്കുന്ന ഒരു വലിയ ശുശ്രൂഷയുടെ നിയോഗം നമ്മെ കാത്തു കിടക്കുന്നു. അപ്പൊ ഈ കാലദർശനം പ്രാപിച്ച കണ്ണുനീരിന്റെ കരുത്തനായ പ്രവാചകൻ യിരെമ്യാവിന്റെ ഇടനെഞ്ച് ഇടറിയുള്ള ചില വാക്കുകളാണ് ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത്. ഈ വാക്യത്തിനകത്ത് യിരെമ്യാവിന്റെ പ്രശസ്തമായ 3 ചോദ്യമുണ്ട്. അപ്പൊ ഇന്ന് രാത്രിയിൽ യിരെമ്യാവിന്റെ പ്രശസ്തമായ 3 ചോദ്യങ്ങളും ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമാണ്
എൻ്റെ പ്രഭാഷണത്തിലെ പ്രധാനപ്പെട്ട ഭാഗം. എന്താണ് യിരെമ്യാവിന്റെ ഈ വാക്യത്തിലെ 3 ചോദ്യം? ചോദ്യം 1, ഗിലെയാദിൽ സുഗന്ധ തൈലം ഇല്ലയോ? ചോദ്യം 2, അവിടെ വൈദ്യനില്ലയോ? ചോദ്യം 3, എന്റെ ജനത്തിന്റെ പുത്രിക്ക് രോഗശമനം വരാതെ ഇരിക്കുന്നത് എന്ന്. 3 ചോദ്യം യിരെമ്യാവ് ദിഗന്ധങ്ങൾ നടുങ്ങുമാറ് ഹൃദയം പൊട്ടി ചോദിക്കുമ്പോൾ, മറുവശത്ത് 3 പ്രശ്നങ്ങൾ യിരെമ്യാവിനെ പിടിച്ചിരിക്കുക. എന്തൊക്കെയാണ് ആ 3 പ്രശ്നം? 1, യിരെമ്യാവിന്റെ ഹൃദയം മുറിഞ്ഞിരിക്കുന്നു. 2, യിരെമ്യാവിന് സ്തംഭനം പിടിച്ചിരിക്കുന്നു. 3, യിരെമ്യാവ് ദുഃഖിച്ചു നടക്കുന്നു. ശ്രദ്ധിക്കണം, ദിഗന്ധങ്ങൾ നടുങ്ങുമാറ് ചങ്ക് പൊട്ടിച്ച് യിരെമ്യാവ് 3 ഗംഭീരമായ ചോദ്യം ചോദിക്കുമ്പോൾ, മറുവശത്ത് യിരെമ്യാവിനെ 3 പ്രശ്നങ്ങൾ പിടിമുറുക്കിയിരിക്കുന്നു. 1, ഹൃദയം കീറി മുറിഞ്ഞിട്ടുണ്ട്. 2, ദുഃഖിച്ചു നടക്കുന്നു. 3, സ്തംഭനം പിടിച്ചിരിക്കുന്നു. യിരെമ്യാവിനോട് ചോദിക്കാം, അല്ലയോ പ്രവാചക, എന്താണ് നിന്റെ ഹൃദയം മുറിഞ്ഞിരിക്കുന്നത്? എന്താണ് നീ ദുഃഖിച്ചു നടക്കുന്നത്? എന്താണ് സ്തംഭനം നിനക്ക് പിടിച്ചിരിക്കുന്നത്? എൻ്റെ പ്രിയരെ, എന്താ പ്രവാചകന്റെ ജോലി? പ്രവാചകന്റെ ജോലി എന്ന് പറഞ്ഞാൽ വെറുതെ ഹൃദയം കീറി മുറിഞ്ഞു നടക്കുക എന്നുള്ളതല്ല. എന്താ പ്രവാചകന്റെ ജോലി? പ്രവാചകന്റെ ജോലി വിവിധ വിഷയങ്ങളുടെ നടുവിൽ ഹൃദയം കീറി മുറിഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്തിൽ നിന്നും ആലോചന പ്രാപിച്ച് അവരുടെ ഹൃദയത്തിന്റെ മുറിവ് തുന്നിക്കെട്ടുക എന്നതാ പ്രവാചകന്റെ ജോലി. എന്താ പ്രവാചകന്റെ ജോലി? പരിക്കൻ സാഹചര്യങ്ങളുടെ പിടിയിൽ അമർത്തപ്പെട്ട് ആശ്വാസമില്ലാതെ ദുഃഖിച്ചിരിക്കുന്നവരെ ദൈവത്തിൽ നിന്നും ആലോചന പ്രാപിച്ച് ആശ്വസിപ്പിക്കുക എന്നതാ പ്രവാചകന്റെ ജോലി. അങ്ങനെയെങ്കിൽ ആയിരങ്ങളുടെ ഹൃദയത്തിന്റെ മുറിവ് കെട്ടേണ്ട പ്രവാചകന്റെ ഹൃദയം ആരാലും തുന്നിക്കെട്ടുവാനാവാതെ വണ്ണം വല്ലാതെ കീറി മുറിഞ്ഞിരിക്കുന്നു. ആയിരങ്ങളെ ആശ്വസിപ്പിക്കേണ്ടിയ പ്രവാചകൻ ഇപ്പോൾ ആശ്വാസമില്ലാതെ ദുഃഖിച്ചു നടക്കുന്നു. നാട്ടിലൊക്കെ ഒരു പഴഞ്ചൊല്ലുണ്ട്, ആനയ്ക്ക് ഭ്രാന്ത് വരുമ്പം കെട്ടാനാ ചെങ്ങല, ചെങ്ങലയ്ക്ക് ഭ്രാന്ത് വന്ന എന്ത് ചെയ്യും? നിങ്ങളെ നോക്കുമ്പോൾ മറ്റൊരു പഴഞ്ചൊല്ലോട് എനിക്ക് ഓർമ്മ വരിക, വാദത്തിനാണ് കുറുന്തോട്ടി, കുറുന്തോട്ടിക്ക് വാദം പിടിച്ചാൽ എന്ത് ചെയ്യും? ഇതേ സ്ഥിതിയാണ് യിരെമ്യാവിന്. അനേകരുടെ ഹൃദയത്തിന്റെ മുറിവ് കെട്ടേണ്ട പ്രവാചകന്റെ ഹൃദയം കീറി മുറിഞ്ഞിരിക്കുന്നു. അനേകരെ ആശ്വസിപ്പിക്കേണ്ടിയ പ്രവാചകൻ ആശ്വാസമില്ലാതെ ദുഃഖിച്ച് കരഞ്ഞു തകർന്ന കണ്ണോടെ നടക്കുന്നു. ചെല്ലാം ഈ രാത്രി പ്രവാചകന്റെ അരികിലേക്ക്, വിളിക്കാം ആ പ്രവാചകനെ, ചോദിക്കാം ആ പ്രവാചകനോട്, അല്ലയോ പ്രവാചക, എന്താണ് അങ്ങയുടെ ഹൃദയം വല്ലാതെ മുറിഞ്ഞിരിക്കുന്നത്? അല്ലയോ പ്രവാചക, എന്താണ് അങ്ങ് ദുഃഖിച്ച് നടക്കുന്നത്? അല്ലയോ പ്രവാചക, എന്താണ് അങ്ങേക്ക് സ്തംഭനം പിടിച്ചിരിക്കുന്നത്? കരഞ്ഞു കലങ്ങിയ കണ്ണോടെ നമ്മെ നോക്കിയിട്ട് പ്രവാചകൻ പറയും, എന്റെ ഹൃദയം മുറിഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയണോ? ഞാൻ ദുഃഖിച്ച് നടക്കുന്നത്, എനിക്ക് സ്തംഭനം പിടിച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയണോ? അറിയണം. എന്നാ കേട്ടോ, എന്റെ ഹൃദയം മുറിഞ്ഞിരിക്കുന്നത്, ഞാൻ ദുഃഖിച്ച് നടക്കുന്നത് ഒരു മാറാ രോഗം എനിക്ക് പിടിച്ചിട്ടല്ല, ഒരു സാമ്പത്തിക ബാധ്യതയ്ക്കകത്ത് ഞാൻ അകപ്പെട്ടിട്ടല്ല. എന്റെ ഹൃദയം മുറിഞ്ഞിരിക്കുന്നത്, ഞാൻ ദുഃഖിച്ച് നടക്കുന്നത് ജനത്തിൻ പുത്രിയുടെ രോഗം നിമിത്തമാണ്. അപ്പൊ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, യിരെമ്യാവിന്റെ ഹൃദയത്തിന്റെ മുറിവിന്റെ കാരണം, യിരെമ്യാവിന്റെ ദുഃഖത്തിന്റെ കാരണം ജനത്തിൻ പുത്രിയുടെ രോഗമാണെങ്കിൽ, ആരാണ് ജനത്തിൻ പുത്രി? എന്താണ് ജനത്തിൻ പുത്രിയുടെ രോഗം? ഇവിടെ ജനത്തിൻ പുത്രി എന്ന് വിശേഷിപ്പിക്കുന്നത് മറ്റാരുമല്ല, ദൈവത്തിന്റെ പ്രിയജനമാകുന്ന ഇസ്രായേല. അവളുടെ രോഗമെന്ന് പറയുന്നത് ഒരു മുറിവാണ്. ആ മുറിവ് ഒരു അപകടം സംഭവിച്ചുണ്ടായ മുറിവല്ല, അത് പാപത്തിന്റെ മുറിവാണ്. അങ്ങനെയെങ്കിൽ ഇസ്രായേൽ എന്ന ജനത്തിൻ പുത്രിക്ക് പാപത്തിന്റെ മുറിവ് പിടിച്ചു. ആ പാപത്തിന്റെ മുറിവ് പഴുത്തു. പഴുത്ത ജനത്തിൻ പുത്രിയുടെ പാപത്തിന്റെ മുറിവ് പുഴുത്തു. പുഴുത്ത ജനത്തിൻ പുത്രിയുടെ പാപത്തിന്റെ മുറിവ് അഴുകി. അതിലൂടെ പഴുപ്പും ചോരയും ചലവും ധാരധാരയായി പുറത്തേക്ക് വടിഞ്ഞൊഴുകുന്നു.
ദേശത്ത് വല്ലാത്ത ദുർഗന്ധം വമിക്കുന്നു. ദേശത്ത് പരക്കുന്ന ദുർഗന്ധത്തിന്റെ അടിവേര് വാങ്ങി ഓടിയാൽ ഉത്തരം കിട്ടും. എന്താ? ഇസ്രായേൽ അത് ജനത്തിൻ പുത്രിയുടെ പാപത്തിന്റെ പഴുത്തഴുകിയ മുറിവാണ്. ആരും വെച്ച് കെട്ടിയിട്ടില്ലാത്ത, ആരും ഞെക്കി കഴുകിയിട്ടില്ലാത്ത, ആരും എണ്ണ പുരട്ടുവാൻ ധൈര്യം കാണിച്ചിട്ടില്ലാത്ത ഇസ്രായേൽ ജനത്തിന്റെ പാപത്തിന്റെ പഴുത്ത മുറിവിലേക്ക് നോക്കി പ്രവാചകൻ ചോദിച്ച ചോദ്യമാണ്. അടിമുടിയാവാതെ ചൂടമെന്നെ ഇളക്കി മറിച്ചത് ഗിലെയാദിൽ സുഗന്ധതൈലമില്ലയോ? അവിടെ വൈദ്യനില്ലയോ? എന്തേ എന്റെ ജനത്തിന്റെ പുത്രിക്ക് രോഗശമനം വരുന്നില്ല? പ്രിയരേ, ഇസ്രായേൽ എന്ന ജനത്തിൻ പുത്രിയുടെ പാപത്തിന്റെ പഴുത്തഴുകിയ മുറിവിലേക്ക് നോക്കിയിട്ടേ, ഒന്നുകൂടെ പറഞ്ഞാൽ, ആരും ഞെക്കി കഴുകിയിട്ടില്ലാത്ത, ആരും എണ്ണ പുരട്ടിയിട്ടില്ലാത്ത, ആരും വെച്ച് കെട്ടിയിട്ടില്ലാത്ത ജനത്തിൻ പുത്രിയുടെ പാപത്തിന്റെ പഴുത്തഴുകിയ മുറിവിലേക്ക് നോക്കിയിട്ട് ഇടനെഞ്ചു തകർത്ത് ദിഗന്ധങ്ങൾ നടുങ്ങുമാറ് പ്രവാചകൻ ചോദിച്ച ആ ചോദ്യം ഏറെ ശ്രദ്ധേയമാണ്. ഗിലെയാദിൽ സുഗന്ധ തൈലം ഇല്ലയോ? ഗിലെയാദിൽ സുഗന്ധ തൈലം ഇല്ലയോ? അപ്പൊ ഇന്ന് രാത്രിയിൽ എന്റെ പ്രഭാഷണത്തിന് നിങ്ങളുടെ മൗനാനുവാദത്തോടെ ഞാൻ ഒരു തലക്കെട്ടങ്ങ് കൊടുക്കുക. ഗിലെയാദിലെ സുഗന്ധ തൈലം. കൈകൾ ഉയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. ഇന്ന് രാത്രിയിൽ അല്പനിമിഷം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന സന്ദേശം ഗിലെയാദിലെ സുഗന്ധ തൈലം. ഗിലെയാദിലെ സുഗന്ധ തൈലം എന്ന മനോഹരമായ ഒരു പ്രമേയം ഇന്ന് രാത്രിയിൽ ഞാൻ ഈ നാടിനോട് വിളംബരം ചെയ്യുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ന് രാത്രി എനിക്ക് അതിനകത്ത് നിന്ന് ഓർപ്പിക്കാനുണ്ട്. ഒന്ന്, എങ്ങനെയാണ് ഗിലെയാദിലെ സുഗന്ധ തൈലം ഉണ്ടാക്കുന്നത്? രണ്ട്, എന്താണ് ഗിലെയാദിലെ സുഗന്ധ തൈലത്തിന്റെ പ്രത്യേകത? ഈ രണ്ട് കാര്യം ഞാൻ പറഞ്ഞെങ്കിലേ എന്റെ സന്ദേശത്തിന്റെ പര്യവസാനം നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഗൗരവമായിട്ട് എന്നെ ശ്രദ്ധിക്കണം. ഒന്ന്, എങ്ങനെയാണ് ഗിലെയാദിലെ സുഗന്ധ തൈലം ഉണ്ടാക്കുന്നത്? രണ്ട്, എന്താണ് ആ സുഗന്ധ തൈലത്തിന്റെ പ്രത്യേകത? ഗിലെയാദിലെ സുഗന്ധ തൈലം ഉണ്ടാക്കുന്നത് ഗിലെയാദിലെ വിദഗ്ധനായ വൈദ്യൻ ഗിലെയാദ് മലനിരയിൽ ചെന്ന് ഔഷധ തൈയെ പറിച്ചെടുത്ത് വെള്ളത്തിൽ ഉലച്ച് കഴുകി വെയിലത്ത് വാട്ടി ചക്കിനകത്തിട്ട് നന്നായി ഇടിച്ച് ചതച്ച് ചതച്ച് ഇടിച്ച് അതിനെ ഞെക്കി പിഴിയുമ്പോൾ, ചക്കിനകത്തിട്ട് നന്നായി ചതയ്ക്കപ്പെട്ട് ഞെക്കിപ്പിടിയപ്പെട്ട ഈ ഔഷധ തൈലൂടെ മനോഹരമായൊരു തൈലം പുറത്തേക്ക് വരും. ആ തൈലമാണ് ഗിലെയാദിലെ സുഗന്ധ തൈലം. ഈ തൈലത്തിന് രണ്ട് പ്രത്യേകതയുണ്ട്. ഒന്ന്, ഈ തൈലം അടച്ചു വച്ചിരിക്കുന്ന ഭരണിയുടെ അടപ്പൊന്ന് തുറന്നാൽ ദേശത്ത് മുഴുവൻ നല്ല നറുമണം പരക്കും, സുഗന്ധം വ്യാപരിക്കും. രണ്ടാമത്തെ പ്രത്യേകത, മാറാത്ത ഏത് വ്രണത്തെയും പൊറുക്കാത്ത ഏത് മുറിവിനെയും ഏത് രോഗത്തെയും നാമമാത്രമായ നിമിഷങ്ങൾക്കകം ഭേദമാക്കാൻ വീര്യമുള്ള തൈലമാണ് സഹൃദയരെ ഗിലെയാദിലെ സുഗന്ധ തൈലം. അപ്പൊ കേൾക്കണേ, ഇത്ര വിദഗ്ധനായ വൈദ്യനും ആ വിദഗ്ധനായ വൈദ്യൻ വികസിപ്പിച്ചെടുത്ത ഇത്ര അനുഗ്രഹീതമായ തൈലവും ഗിലെയാദിലുണ്ടായിട്ടും ജനത്തിൻപുത്രിയുടെ രോഗത്തിന് എന്ത് വരുന്നില്ല? ശമനം വരുന്നില്ല. അവളുടെ മുറിവിന് എന്ത് വരുന്നില്ല? ഭേദം വരുന്നില്ല. ഇത് കണ്ടിട്ട പ്രവാചകൻ ചങ്ങുടെ ചുറക്ക ചോദിച്ചത്, ഗിലെയാദിൽ സുഗന്ധ തൈലമില്ലേ? അവിടെ വൈദ്യനില്ലയോ? എന്തേ ജനത്തിൻപുത്രിയുടെ രോഗത്തിന് ശമനം വരാത്തത്? ദേശം നേരിടുന്ന പാപത്തിന്റെ മുറിവിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ ഒരു കീമോയ്ക്കും കഴിയത്തില്ല, ഒരു റേഡിയേഷനും കഴിയത്തില്ല.
കഴിയത്തില്ല, ഒരു ബൈപ്പാസിനും കഴിയത്തില്ല, ഒരു മെഡിസിനും കഴിയത്തില്ല. ദേശം നേരിടുന്ന പാപത്തിന്റെ മുറിവിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ ഒരേ ഒരു വൈദ്യനേ ഉള്ളൂ, ഒരേ ഒരു തൈലമേ ഉള്ളൂ. ആ വൈദ്യനും ആ തൈലവും ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. അത് വിശ്വസിക്കുന്നവർ കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയോ. നിന്റെ മുറിവ് എന്ത് തന്നെയാണെങ്കിലും, നിന്റെ മുറിവ് പാപത്തിന്റെ മുറിവാണെങ്കിലും, നിന്റെ മുറിവ് ശാപത്തിന്റെ മുറിവാണെങ്കിലും, നിന്റെ മുറിവ് ജീവിതത്തിന്റെ പരിക്കൽ സാഹചര്യങ്ങൾ നിനക്ക് സമ്മാനിച്ച മുറിവാണെങ്കിലും, അതിനെ പൂർണ്ണമായി ഭേദമാക്കാൻ ഗിലെയാദിലെ സുഗന്ധ തൈലമുണ്ട്. അവിടുത്തെ വൈദ്യനും ഇന്ന് രാത്രി ഇവിടെയുണ്ട്. ഞാൻ തുടരട്ടെ. അവയുടെ ജനത്തിൻ പുത്രി എന്ന് വിശേഷിപ്പിക്കുന്നത് ഇസ്രായേല ഇല്ലേ? അവളുടെ മുറിവിനെ കണ്ടിട്ടാണ് ചോദിച്ചത്. ഗിലെയാദിൽ സുഗന്ധ തൈലം ഉണ്ടല്ലോ, അതുണ്ടാക്കുന്ന വൈദ്യനും ഉണ്ടല്ലോ. എന്നിട്ടും എന്താ ജനത്തിൻ പുത്രിയുടെ രോഗത്തിന് ശമനം വരാത്തത്? അപ്പൊ പ്രിയരെ ഒന്ന് ശ്രദ്ധിച്ച്, ഇവിടെ ജനത്തിൻ പുത്രി എന്ന് വിശേഷിപ്പിക്കുന്നത് ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിനെയാണ്. അവരുടെ മുറിവ് പാപത്തിന്റെ മുറിവാണ്. അപ്പൊ ന്യായപ്രമാണ കാലഘട്ടങ്ങളിലെ പഴയ നിയമ കാലഘട്ടങ്ങളിൽ ഇസ്രായേൽ എന്ന ജനത്തിൻ പുത്രിക്ക് പാപത്തിന്റെ മുറിവ് പിടിച്ചെങ്കിൽ, ഈ കൃപായുഗത്തിന്റെ അന്ത്യപീരിയഡിൽ ഇസ്രായേൽ എന്ന ജനത്തിൻ പുത്രിക്ക് മാത്രമല്ല, ബൈബിൾ പറയുന്നു ലോകം മുഴുവൻ ഇന്ന് രാത്രിയിൽ പാപത്തിന്റെ മുറിവിലാണ്. ഒരു വിഭാഗം മാത്രമല്ല, ഒരു സമൂഹം മാത്രമല്ല, വേദപുസ്തകം കൃത്യമായി പറയുന്നു മുഴുവൻ ലോകവും പാപത്തിന്റെ മുറിവിലാണ്. ഇവിടെ സംഭവിക്കുന്ന അനിശ്ചിതത്വങ്ങൾ, ഇവിടെ സംഭവിക്കുന്ന അരാജകത്വങ്ങൾ, ഇവിടെ സംഭവിക്കുന്ന മൂല്യച്യുതികള്, ഇവിടെ സംഭവിക്കുന്ന അക്രമങ്ങൾ, പീഡനങ്ങൾ, കൊലപാതക പരമ്പരകള്, ഇവിടെ സംഭവിക്കുന്ന മനുഷ്യത്വ ബോധമില്ലാത്ത നരാധമ സേവനങ്ങളുടെ അടിവേരും അന്തിയോടിയാൽ വിശുദ്ധ ബൈബിൾ പറയും കാരണമെന്താ? പാപത്തിന്റെ മുറിവാണ്. അങ്ങനെയെങ്കിൽ എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻപിലും നമ്മുടെ പിൻപിലും നമ്മുടെ ഇടത്തും വലത്തുമുള്ള എണ്ണമറ്റ ജനകോടികൾ ഇന്ന് രാത്രിയിൽ പാപത്തിന്റെ മുറിവിൽ പിടഞ്ഞു പുളയുമ്പോൾ, പാപത്തിന്റെ മുറിവിൽ നിന്നും രക്ഷപ്പെട്ടെന്ന് അവകാശപ്പെടാൻ ഈ ഉലകത്തിൽ ഒരു കൂട്ടർക്കേ സംഗതിയുള്ളൂ. അതാരാ? ജീവിച്ചിരിക്കുമ്പോൾ പാപവിമോചകനാകുന്ന യേശുവിനെ രക്ഷകനും കർത്താവായി സ്വീകരിച്ച ദൈവമക്കൾ പ്രാഗൽഭ്യത്തോടെ ഇന്ന് രാത്രി വിളിച്ചു പറയും, ഞാൻ പാപത്തിന്റെ മുറിവിലായിരുന്നു സത്യം, എന്നാൽ പാപപരിഹാരകനാകുന്ന യേശുവിനെ കണ്ട് അവന് വേണ്ടി ഹൃദയം തുറന്നപ്പോൾ എന്റെ പാപത്തിന്റെ മുറിവ് മാറി. ഇന്ന് രാത്രി ഞാൻ ധന്യനായി, ധന്യയായി എന്ന് പറയാൻ പ്രാഗൽഭ്യമുള്ളവർ മാത്രം കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, പാപപരിഹാരകനാകുന്ന യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാത്ത സകല മാനവജാതിയും ഇന്ന് രാത്രിയിലും പാപത്തിന്റെ മുറിവിലാണ്. പാപത്തെ പരിഹരിക്കുവാൻ ഇഹത്തിൽ പ്രാപ്തിയുള്ള ഒരുവനേയുള്ളൂ. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവാണ്. അതാണ് തിരുവെടുത്ത് പറയുന്നത്. സകല മനുഷ്യരുടെയും പാപത്തിൽ നിന്നും അവരെ രക്ഷിപ്പാൻ കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാ മനുഷ്യരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ഞങ്ങളെ ശ്രമിക്കുന്ന മാന്യമിത്രമേ, മഹാദൈവമായ ക്രിസ്തു മാനവാകാരം ഉരിഞ്ഞുകളഞ്ഞ് ഞങ്ങൾ ഇന്ന് രാത്രി ഈ ശബ്ദസീമയിൽ ഞങ്ങളെ ശ്രമിക്കുന്ന വാത്സല്യമിത്രമേ, ഞങ്ങൾ ഉയർത്തുന്ന വിമോചകനായ ക്രിസ്തു, മഹാദൈവമായ ക്രിസ്തു മഹത്വമെല്ലാം ഉരിഞ്ഞുകളഞ്ഞ് മാനവാകാരം സ്വീകരിച്ച് മഹത്വം നിറഞ്ഞ് വിണ്ണുവെടിഞ്ഞ് പാപം നിറഞ്ഞ ഈ മണ്ണിൽ ഒരു മനുഷ്യനായി അവതരിച്ചത് മതസ്ഥാപനത്തിനോ രാഷ്ട്രസ്ഥാപനത്തിനുമല്ല, മനുഷ്യന്റെ പാപത്തിന്റെ മോചനത്തിനു വേണ്ടിയാണ്. ഒരു കുറ്റവാളിയെ പോലെ
ആയിരക്കണക്കിന് മുറിവുകൾ, മേലാവാതെ ചൂടമേറ്റ് ശരീരത്തിലെ അവസാനത്തുള്ളി ചോരയൊഴുക്കി അവൻ കാൽവറിയിൽ പിടഞ്ഞു മരിച്ചത് തിന്മകൾ തെറ്റുകളൊന്നും ചെയ്തിട്ടല്ല, സകല മനുഷ്യന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ലോകത്തിൽ വന്ന രക്ഷകനാണ് ക്രിസ്തുവെങ്കിൽ, മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി സ്വന്തം പ്രാണനെ യാഗമർപ്പിച്ച പരമയാഗമായവനാണ് ക്രിസ്തുവെങ്കിൽ, സകല മനുഷ്യന്റെയും പാപത്തെ പരിഹരിക്കുവാൻ പ്രാപ്തനായ ഒരാളേ ഉള്ളൂ. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ രക്ഷകനായി നാഥനായി സ്വീകരിക്കാത്ത സകല മനുഷ്യനും ഇന്ന് രാത്രിയിൽ പാപത്തിന്റെ മുറിവിലാണ്. അപ്പൊ ലോകം മുഴുവൻ പാപത്തിന്റെ മുറിവിലാണെങ്കിൽ എങ്ങനെയാണ് ലോകത്തിൽ പാപത്തിന്റെ മുറിവുണ്ടായി? ലോകമെന്ന് ഞാൻ പറയുമ്പോൾ മനുഷ്യനാകട്ടോ. മനുഷ്യർ പലരും ഇന്ന് രാത്രി പാപത്തിന്റെ മുറിവിലാണെങ്കിൽ എങ്ങനെയാണ് മനുഷ്യനിൽ പാപത്തിന്റെ മുറിവുണ്ടായത്? പറയാ, വെറുതെയല്ല മനുഷ്യനിൽ പാപത്തിന്റെ മുറിവുണ്ടായത്. മനുഷ്യനിൽ പാപത്തിന്റെ മുറിവുണ്ടാകാൻ തക്കതായ ഒരു കാരണമുണ്ട്. ഒറ്റ വാക്കി പറഞ്ഞ അത് ഇത്രയേ ഉള്ളൂ. ശ്രദ്ധിച്ചേ, മനുഷ്യൻ എപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നോ, ആ അകലിച്ച മനുഷ്യനിൽ സമ്മാനിച്ച ദുരന്തമാണ് എന്ത്? പാപത്തിന്റെ മുറിവ്. അതിനകത്ത് വലിയ തിയോളജി ഒന്നും വേണ്ട. സൃഷ്ടിയായ മനുഷ്യൻ സൃഷ്ടിതാവായ ദൈവത്തിൽ നിന്നും എപ്പോൾ അകന്നുപോയോ, ആ അകലിച്ചയിലൂടെ ദൈവത്തിന്റെ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനിലേക്ക് കയറി വന്ന മാരകമായ ദുരന്തമാണ് പാപത്തിന്റെ മുറിവ്. എന്നെ ശ്രദ്ധിക്കുന്ന സഹൃദയരെ, സൃഷ്ടിതാവായ ദൈവത്തിൽ നിന്നും സൃഷ്ടിയായ മനുഷ്യൻ അകന്നുപോയപ്പോൾ ആ അകലിച്ചയിലൂടെ ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യനിൽ പാപത്തിന്റെ മുറിവ് സംഭവിച്ചെങ്കിൽ ആ പാപത്തിന്റെ മുറിവ് അവിടം കൊണ്ട് ശാന്തമായില്ല, അവിടം കൊണ്ട് പത്തി മടക്കിയില്ല. ആ പാപത്തിന്റെ മുറിവ് അവിടം കൊണ്ട് നിശബ്ദമായില്ല. ആ പാപത്തിന്റെ മുറിവ് ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യനിൽ മാരകമായ ചില ദുരന്തങ്ങൾ വരുത്തി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ എൻ്റെ സന്ദേശത്തിന്റെ സമാപന ഭാഗത്തേക്ക് അവസാന ഘട്ടത്തിലേക്ക് വരികയാണ്. പാപത്തിന്റെ മുറിവ് മനുഷ്യനിൽ സമ്മാനിച്ച ദുരന്തങ്ങൾ എന്തെല്ലാം ആസ്വദിച്ചേ. ഈ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ ഒരു മനുഷ്യർക്കും പരിഹരിക്കുവാൻ കഴിയാത്ത മാരകമായ 3 ദുരന്തമാണ് പാപത്തിന്റെ മുറിവ് ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യനിൽ വരുത്തിയത്. ഒന്ന് കേൾക്കണേ, പാപത്തിന്റെ മുറിവ് ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യനിൽ വരുത്തിയ ദുരന്തങ്ങൾ എന്തൊക്കെയാ? ഒന്ന്, മനുഷ്യന്റെ മേലുണ്ടായ ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തി. 2, മനുഷ്യന്റെ സമാധാനം എടുത്തു കളഞ്ഞു. 3, മനുഷ്യനെ മരണത്തിന് അടിമയാക്കി. മനസ്സിലായോ? ദൈവത്തിൽ നിന്നും സൃഷ്ടിയായ മനുഷ്യൻ അകന്നുപോയപ്പോൾ ആ അകലിച്ച മനുഷ്യനിൽ സമ്മാനിച്ച മാരകമായ ദുരന്തം പാപത്തിന്റെ മുറിവാണെങ്കിൽ ആ പാപത്തിന്റെ മുറിവ് ആർക്കും പരിഹരിക്കുവാൻ കഴിയാത്ത മാരകമായ 3 ദുരന്തമാണ് ലോകത്തിൽ മനുഷ്യനിൽ സമ്മാനിച്ചത്. 1, മനുഷ്യന്റെ മേലുണ്ടായ ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തി. 2, മനുഷ്യന്റെ സമാധാനം നഷ്ടപ്പെടുത്തി. 3, മനുഷ്യനെ മരണത്തിനടിമയാക്കി. ഓ, എത്ര ഭയങ്കരം! അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാനൊരു തേനെ പോലെ മുഴു ലോകത്തോടും ഉറക്കെ ചോദിക്കാം, വെല്ലുവിളിച്ചെങ്കിൽ അങ്ങനെ ചോദിക്കാം, പാപത്തിന്റെ മുറിവ് ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യനിൽ സമ്മാനിച്ച മാരകമായ ഈ 3 ദുരന്തത്തെ അതിന്റെ നിലയിൽ അടിസ്ഥാനകരമായി ശാശ്വതമായി ക്രിയാത്മകമായി പരിഹരിക്കുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ ഇന്ന് രാത്രി ആരുണ്ട്? ലോകമേ, ആരുണ്ട്? ഇന്ന് രാത്രി ആരുണ്ട്? പാപത്തിന്റെ മുറിവ് മനുഷ്യ
മനുഷ്യകുലത്തിൽ സമ്മാനിച്ച മാരകമായ ഈ 3 ദുരന്തത്തിന്റെ മുമ്പിൽ ഇവിടുത്തെ മാർഗങ്ങളും മതങ്ങളും മനുഷ്യരും മധ്യസ്ഥരും പഞ്ചഭുജമടക്കി മൗനം ഭജിച്ച തോൽവി സമ്മതിച്ചപ്പോൾ പാപത്തിന്റെ മുറിവ് മനുഷ്യകുലത്തിൽ സമ്മാനിച്ച മാരകമായ ഈ 3 ദുരന്തത്തെ അതിന്റെ നിലയിൽ ശാശ്വതമായി പരിഹരിക്കുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ഒറ്റ പരിഹാരകനേയുള്ളൂ. ആ പരിഹാരകനാണ് ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന വിമോചകനാകുന്ന യേശുക്രിസ്തു. അവനല്ലാതെ ഒരു പാപ പരിഹാരകൻ വേറെ ഇല്ല. മനുഷ്യകുലത്തിന്റെ പാപത്തിൽ നിന്നും അവർക്ക് ശാശ്വതമായ മോചനം കൊടുക്കുന്ന പരിഹാരകനാണ് ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന വിമോചകനായ യേശുക്രിസ്തു. പാപത്തിന്റെ വിടുപ്പ് ചുമ്മി പാപത്തിന്റെ ഭാരമുള്ള ഭാണ്ഡം വഹിച്ച് ജീവിതത്തിന്റെ നാൽക്കവലയിൽ ഉടഞ്ഞ പാത്രം പോലെ ഇന്നലകളിൽ തകർന്നു കടന്നവരായിരുന്നു ഞാനും നിങ്ങളും. നാം സേവിച്ചതോ ഭജിച്ചതോ പിഞ്ചെന്നതോ നമിച്ചതോ ആയ യാതൊരു വ്യക്തികൾക്കും ശക്തികൾക്കും സാധ്യതകൾക്കും നമ്മുടെ പാപത്തെ പരിഹരിക്കാൻ കഴിയാതിരുന്നപ്പോൾ നമ്മുടെ പാപത്തെ പരിഹരിച്ചവൻ, നമ്മുടെ പാപത്തിന്റെ മുറിവിനെ മാറ്റിയവൻ, പാപം നമ്മിൽ സമ്മാനിച്ച ദുരന്തത്തെ അടിവേരോടെ പറിച്ചു കളഞ്ഞ് നമുക്ക് മോചനം തന്ന ഒരുവനേ ഉള്ളൂ. അത് യേശുക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് ഞങ്ങൾ മുഴുലോകത്തോടും പറയും, മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ വേറെ ഒരു നാമവും ഇല്ല. കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പൊ ഞാന് ഒന്ന് വിവരിക്കാൻ ചുരുക്കമായിട്ട് കേട്ടോ, എല്ലാം പറയാൻ പറ്റത്തില്ല. പാപത്തിന്റെ ഈ ഭീകരമായ മുറിവ് നമ്മിൽ വരുത്തിയ, മനുഷ്യൻ വരുത്തിയ ദുരന്തം എന്തൊക്കെയായിരുന്നു എന്ന് പറഞ്ഞ്, ഒന്ന് തേജസ് നഷ്ടപ്പെട്ടു, 2 ഒന്ന് സമാധാനത്തോടെ പറഞ്ഞാട്ടെ, 2 സമാധാനം നഷ്ടപ്പെടുത്തി, 3 മരണത്തിന് അടിമയാക്കി. അപ്പൊ പാപത്തിന്റെ മുറിവ് മനുഷ്യന് സമ്മാനിച്ച ഈ 3 ദുരന്തം ഇനിയുള്ള സമയത്തിനകത്ത് നിന്ന് ഞാൻ വിസ്തരിക്കുന്നത് 4ാമത്തെ വേറൊരു ദുരന്തമാണ്. അതുകൊണ്ട് ഈ വിസ്താരമായ സമയത്തിൻ്റെ പരിമിതിയൊക്കെ എൻ്റെ മുമ്പിലുള്ളത് കൊണ്ടെല്ലാം ചുരുക്കി പറഞ്ഞ് മുൻപോട്ട് പോകാം. സമയബന്ധിതമായ കാര്യങ്ങൾ നമുക്ക് അവസാനിപ്പിക്കണമല്ലോ. അപ്പം ഈ പാപത്തിൻ്റെ മുറിവ് മനുഷ്യനിലോട്ട് വന്നപ്പോൾ ആദ്യം സംഭവിച്ച അപകടം എന്നാണെന്നറിയാമോ? മനുഷ്യൻ്റെ മേലുണ്ടായ ദൈവത്തിൻ്റെ തേജസ് പോയി. പാപം മനുഷ്യരിൽ സമ്മാനിച്ച പ്രഥമ ദുരന്തം മനുഷ്യന്റെ മേലുണ്ടായ സൃഷ്ടാവായ ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തി. അപ്പോഴേ നമ്മൾ ആത്മീയരായതുകൊണ്ട് ഒരു കാര്യം പറയാം, പാപം ഉള്ളവന്റെ പാളയത്തിൽ ദൈവത്തിന്റെ തേജസ് നിൽക്കത്തില്ല. പാപത്തിന്റെ വാസന ഉള്ളവന്റെ പാളയത്തിൽ ദൈവത്തിന്റെ തേജസ് നിൽക്കത്തില്ല. കാരണം ദൈവമാരാ, അവൻ വിശുദ്ധനാണ്, അവൻ വിശുദ്ധനാണ്, അവൻ വിശുദ്ധിയിൽ ഭയങ്കരനാണ്. അവന്റെ ലേഖനത്തിൽ സ്ലീഹൻ പറയുന്നത്, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളെ വീട് മേടിക്കുക, കാർ മേടിക്കുക, സമ്പന്നരാകുക, രോഗം മാറുക എന്നുള്ളതല്ല. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. കാരണം ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ കഴിയുകയില്ല. അവൻ വിശുദ്ധനാണ്. പാപത്തിന്റെ മുറിവ് നമ്മിൽ വരുത്തിയ മാരകമായ പ്രഥമ ദുരന്തം മനുഷ്യന്റെ മേലുണ്ടായ തേജസ് എന്ത് ചെയ്തു? അപ്പൊ മനുഷ്യന്റെ മേല് എന്തുണ്ടായിരുന്നു? അതിന്റെ തെളിവ് ദൈവം സൃഷ്ടിച്ച ആദിമ ദമ്പതികൾ ഏദനിൽ കഴിയുകയാ. അവിടെ എഴുതിയിരിക്കുന്നത് അവരിരുവരും നഗ്നരായിരുന്നു, എങ്കിലും അവർക്ക് നാണം തോന്നിയില്ല. നഗ്നരായിരുന്നിട്ടും എന്തുകൊണ്ട് നാണം തോന്നിയില്ല എന്ന ചോദ്യത്തിന്റെ ഉത്തരം അവരറിയാതെ ഒരു തേജസ്സിന്റെ വസ്ത്രം ദൈവം അവരെ ഉടുപ്പിച്ചു.
എന്ന വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം അവരെപ്പോൾ തിന്നു? അനുസരണക്കേട് അവരെപ്പോൾ കാട്ടിയോ? പാപം എപ്പോൾ അവർ ചെയ്തു? പാപത്തിന്റെ മുറിവെപ്പോൾ അവർ വന്നു? ആ നിമിഷം ദൈവവരെ ഉടിപ്പിച്ച തേജസ് അഴിഞ്ഞുപോയി. വിവരിക്കുന്നില്ല. പാപത്തിലൂടെ, പാപത്തിന്റെ മുറിവിലൂടെ മനുഷ്യന്റെ മേലുണ്ടായ ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ടുവെങ്കിൽ, ദൈവ തേജസ് നഷ്ടപ്പെട്ട മനുഷ്യൻ ആരായി? നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക മലയാളത്തിൽ പറഞ്ഞാൽ ദൈവ തേജസ് നഷ്ടപ്പെട്ട മനുഷ്യൻ വിരൂപനായി പോയി. ഉറക്കെ ഒന്ന് പറഞ്ഞേ, ആരായി? ചിലരോട് ഉറക്കെ പറഞ്ഞേ, വിരൂപനായി. പാപത്തിന്റെ മുറിവിലൂടെ ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ട മനുഷ്യൻ വിരൂപനായെങ്കിലേ, എന്തിലെല്ലാമാണ് മനുഷ്യൻ വിരൂപനായത്? 1, 2, 3 എന്ന ക്രമത്തിൽ പറഞ്ഞാൽ 3 കാര്യത്തിൽ മനുഷ്യൻ വിരൂപനായി. 1, സൗന്ദര്യത്തിൽ മനുഷ്യൻ വിരൂപനായി പോയി. 2, സ്വഭാവത്തിൽ മനുഷ്യൻ വിരൂപനായി പോയി. 3, ദൈവിക തിരിച്ചറിവിൽ മനുഷ്യൻ ആരെയായി പോയി? വിരൂപനായി പോയി. അപ്പൊ നോക്കിക്കേ, സൗന്ദര്യത്തിൽ വിരൂപനായ മനുഷ്യൻ, സ്വഭാവത്തിൽ വിരൂപനായ മനുഷ്യൻ, ദൈവിക തിരിച്ചറിവിലും വിരൂപനായ മനുഷ്യൻ. കാരണം പാപത്തിന്റെ മുറിവ്. അത് 3 ഞാൻ വിസ്തരിക്കുന്നില്ല. സൗന്ദര്യത്തിൽ മനുകുലം വിരൂപരായി. അതുകൊണ്ട് എന്നാന്നറിയാമോ, ഞാനടക്കം എൻ്റെ സഹപ്രവർത്തകരടക്കം ആരും അവരുടെ സൗന്ദര്യത്തിൽ ആരല്ല? തൃപ്തരല്ല. നെഞ്ചത്ത് കൈവച്ച് പറയാമോ തൃപ്തനാണെന്ന്? ഇപ്പോഴത്തെ ആവേശത്തിൽ ചാടി പറഞ്ഞാൽ പോൺസും ഫെയറോ ലെവലിയൊന്നും തൊട്ടുപോകരുത്. ഞാൻ മുണ്ടും ഷർട്ടൊക്കെ കൊടുത്തിട്ട് കണ്ണാടിയുടെ മുമ്പിൽ ഒന്ന് നോക്കി, വീണ്ടും ഒന്നുകൂടെ നോക്കി, കാറിൻ്റെ താക്കോലെടുത്തു, വീണ്ടും ഒന്നുകൂടെ നോക്കി, തൃപ്തനല്ലെന്ന്. അത്രയും പറഞ്ഞ ഭാഗം ഞാൻ നഷ്ടപ്പെട്ടു പോയ സൗന്ദര്യത്തെ തിരിച്ചു പിടിക്കാൻ മനുഷ്യൻ എന്തെല്ലാം കാര്യങ്ങളാണ് കാട്ടുന്നത്. എന്തൊക്കെ കാട്ടിയാലും തിരിച്ചു കിട്ടുകയില്ല. പക്ഷെ കൃപ പ്രാപിച്ച ദൈവമക്കളുടെ അകത്തൊരു പ്രത്യാശയുണ്ട്. നഷ്ടപ്പെട്ട തേജസ്, ആ സൗന്ദര്യം ഒരിക്കൽ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടും. അത് വിശ്വസിക്കുന്നവർ മാത്രം ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നഷ്ടപ്പെട്ട സൗന്ദര്യം, നഷ്ടപ്പെട്ട തേജസ് എന്നാ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത്? മൂല്യമുള്ള, വീര്യമുള്ള, വിലയുള്ള ക്രീം മുഖത്ത് തേക്കുമ്പോഴല്ല, മുഖം സ്റ്റീം ചെയ്യുമ്പോഴല്ല. പിന്നെ ഒരു വചനമുണ്ട്, കർത്താവ് താൻ ഗംഭീര പ്രധാന ദൂതന്റെ ദൈവത്തിന്റെ കാഹളത്തോടെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ മുമ്പേ ഉയർക്കും, ജീവനോടെ ശേഷിക്കുന്ന നാം അങ്ങ് രൂപാന്തരപ്പെടും. അപ്പൊ രൂപാന്തരപ്പെടില്ലെന്ന പ്രക്രിയയിലൂടെ നഷ്ടപ്പെട്ട തേജസ് നമുക്ക് തിരിച്ചു കിട്ടും. പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, വിശുദ്ധിയോടെ കർത്താവിനെ സേവിക്കുന്ന ദൈവവൈതലേ, മുഖത്ത് വടുവുള്ളവനായി, മുഖത്ത് പാണ്ടുള്ളവനായി, അംഗവൈകല്യമുള്ളവനായി, ഇരുൾ നിറമുള്ള വ്യക്തിയായി നിന്നെ അടക്കം ചെയ്താലും അന്ത്യകാകളനാദത്തികൾ നീ ഉയർക്കുന്നത് പാണ്ടുള്ളവളായിട്ടല്ല, വടുവുള്ളവനായിട്ടല്ല, അംഗവൈകല്യമുള്ളവളായിട്ടല്ല, മരണത്തിന് തൊടാൻ പറ്റാത്ത തേജസ്സിന്റെ ദ്രവത്വമില്ലാത്തൊരു ശരീരം പ്രാപിച്ച് നാം ഉയർക്കുന്ന ഒരു ദിവസമുണ്ട്. അതാണ് ഭക്തനായ വേട്ടമല പാടിയത്. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തിയാൽ എന്റെ ഇരുൾ നിറം മാറും. രാജ പ്രതിമയെ ധരിപ്പിച്ച് തന്റെ കൂടെ എന്നെ ഇരുത്തുന്ന രാജാവായി അവൻ വീണ്ടും വരും. എന്റെ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വരും. അശോഭിത പ്രഭാതത്തിന്റെ നവപുലരിയെ ആത്മകണ്ണുകൾ കൊണ്ട് ദൂരമേ കാണുന്ന കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ഈ വീടിന്റെ അങ്കണത്തിലുണ്ടെങ്കിൽ കൈകൾ ഉയർത്തി ഉച്ചത്തിലൂടെ ഹല്ലേലൂയ പറയോ. സൗന്ദര്യത്തിൽ വിരൂപനായ മനുഷ്യൻ വിവരിക്കുന്നില്ല. 2, സ്വഭാവത്തിൽ വിരൂപനായ മനുഷ്യൻ. സ്വഭാവത്തിൽ മനുഷ്യൻ ആരായി? റോബിനാന്ന് തോന്നുന്നു പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പം കവറിൽ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു അല്ലെ, മനുഷ്യൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. സ്വഭാവത്തിൽ വിരൂപനായി. അതുകൊണ്ട് സ്വഭാവത്തിൽ വിരൂപനായ മനുഷ്യൻ മൃഗത്തെക്കാൾ കഷ്ടമായി. അതാ ബൈബിള് പറയുന്നത്. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ അവൻ ആരാ? നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ. എൻ്റെ ഒരു സഹപ്രവർത്തകന്റെ വാക്ക് കടമെടുത്തു പറഞ്ഞാൽ, ഇതിലെ നടന്നു പോകുന്ന നാൽക്കാലികൾ ദൈവത്തിന്റെ സൃഷ്ടിയുടെ മുകുടമായ മനുഷ്യന്റെ മുഖത്ത് നോക്കി
മൂക്കത്ത് വിരൽ വെച്ച് അയ്യയ്യേ എന്ന് പരിഹസിക്കത്തക്ക ക്രമത്തിൽ ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യൻ വകതിരിവില്ലാത്ത മൃഗത്തേക്കാൾ അതപ്പതിച്ച നൂറ്റാണ്ടിന്റെ വക്കിലാണ് നാം എത്തി നിൽക്കുന്നത്. അതിന്റെ തെളിവല്ലേ 2 വയസ്സുകാരി 2 നാൾ മുമ്പ് ദയയില്ലാതെ കിണറ്റിലെറിഞ്ഞു കൊന്നത്? അതിന്റെ തെളിവല്ലേ പെറ്റ വയർ 9 മാസം പ്രായമുള്ള കുഞ്ഞിനെ കരിങ്കൽ ഭിത്തിയിൽ അടിച്ചു കൊന്നത്? അതിന്റെ തെളിവല്ലേ ഇവിടുത്തെ മനുഷ്യത്വ ബോധമില്ലാത്ത അക്രമങ്ങളും കുലപാതക പരമ്പരകളും? ആമേൻ. മനുഷ്യൻ മൃഗത്തെക്കാൾ അതപ്പതിച്ചു. സ്വഭാവത്തിൽ വിരൂപനായ മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന മൃഗീയതകൾ, കാടത്തങ്ങൾ, മനുഷ്യത്വ ബോധമില്ലായ്മകൾ വിശദീകരണങ്ങൾക്കപ്പുറമ് സ്വഭാവത്തിൽ വിവേകശൂന്യനായ മനുഷ്യന്, സ്വഭാവത്തിൽ വിരൂപനായ മനുഷ്യന് ജനിപ്പിച്ച പിതാവേതെന്നറിയുകയില്ല, ജന്മം കൊടുത്ത മാതാവേതെന്നറിയുകയില്ല, കൂടെ പുറപ്പേതെന്നറിയുകയില്ല, സ്വന്തം സഹോദരങ്ങൾ ഏതെന്നറിയുകയില്ല, അധ്യാപകർ ഏതെന്നറിയത്തില്ല. അവൻ മൃഗത്തേക്കാൾ അതപ്പതിച്ചു. എന്നാൽ ഒരു പ്രത്യാശയുടെ പൊന്നാളെ ഞാൻ ഉയർത്തി കാണിക്കാം. പാപത്തിന്റെ മുറിവിലൂടെ മഹാദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ട് സ്വഭാവത്തിൽ വിരൂപനായി മൃഗത്തേക്കാൾ അതപ്പതിച്ച മനുഷ്യനെ മാറ്റി നല്ലവനാക്കാൻ കഴിയുന്ന ഒരു പ്രത്യയശാസ്ത്രമുണ്ട്, ഒരു സന്ദേശമുണ്ട്, ഒരു ബോധവൽക്കരണമുണ്ട്. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവിന്റെ സുവിശേഷമാണ്. കൈകൾ ഉയർത്തി അഭിമാനത്തോടെ ഒന്ന് മഹത്വപ്പെടുത്തുക, കരങ്ങൾ അടിച്ച് ആത്മാവിനൊന്ന് ബലപ്പെട്ടേ. ഞാനിത് പറയുമ്പോൾ അഭിമാനത്തോടെ പറയുക, എത്രയോ വർഷങ്ങളായി ഞാൻ ഈ സുവിശേഷത്തിന്റെ വക്താവാണ്. എത്രയോ വർഷങ്ങളായി ഞാൻ ഈ സുവിശേഷത്തിന്റെ പ്രചാരവാഹകനാണ്. എത്രയോ വർഷങ്ങളായി ഞാൻ ഈ സുവിശേഷത്തിന്റെ സന്ദേശവാഹകനാണ്. ആയിരക്കണക്കിന് കവലകളിൽ ഈ സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് പ്ലാറ്റ്ഫോമുകളിൽ ഈ സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും മർദ്ദനങ്ങളും ആക്ഷേപങ്ങളും അവഗണനകളും അസഭ്യവർഷങ്ങളും കിട്ടിയിട്ടുണ്ട്. പരിഭവമില്ല, സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഉറക്കെ പറയാ, ഞങ്ങൾ ഉയർത്തുന്ന സുവിശേഷം ആരെയും നശിപ്പിച്ചിട്ടില്ല. നശിച്ചവരെ നന്നാക്കിയ ചരിത്രമേ സുവിശേഷത്തിന് എന്നും പറയാനുള്ളൂ. ഏതോ നരഭോജിയെ നരസ്നേഹിയാക്കി മാറ്റാൻ, അല്ലേ? ഏതോ കുലപാതകനെയും കുഞ്ഞാടാക്കി മാറ്റാൻ, ഏത് ഉപദ്രവിയെ ഉപകാരിയാക്കി മാറ്റാൻ, ഏത് നിഷ്ഠൂരനെയും സ്നേഹവാനാക്കി മാറ്റുവാൻ, ഏത് രാജ്യദ്രോഹിയെയും രാജ്യസ്നേഹിയാക്കി മാറ്റാൻ, എത്ര തകർന്നവനെയും നല്ലവനാക്കി മാറ്റാൻ ഞങ്ങൾ വിളംബരം ചെയ്യുന്ന യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന് ഇന്ന് രാത്രി ശക്തിയുണ്ട്. അതുകൊണ്ട് അക്രമങ്ങൾ പെരുകുന്ന കരുത്തന്മാർ കാവലുണ്ടായിട്ടും കാര്യങ്ങൾ പിടിച്ചമർത്തപ്പെടാതെ കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുന്ന മൂല്യച്യുതി മതാപിച്ച ഈ വല്ലാത്ത തലമുറയ്ക്ക് ആവശ്യം അടച്ച ബാരോ, തുറന്ന വിവരേജോ, സമരപരിപാടികളോ അല്ല. ഈ തലമുറയ്ക്ക് ആവശ്യം യേശുക്രിസ്തുവിന്റെ സുവിശേഷമാണ്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുക. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ജനഹൃദയങ്ങളിൽ കോടിക്കണക്കിന് ജനങ്ങളുടെ ഹൃദയങ്ങളിൽ മാറ്റത്തിന്റെ പടക്കധ്വനി ഉയർത്തിക്കൊണ്ട് സുവിശേഷം ഇന്നും അതിന്റെ ജൈത്രയാത്ര തുടരുകയാണ്. പാപത്തിന്റെ മുറിവിലൂടെ തേജസ് നഷ്ടപ്പെട്ട മനുഷ്യൻ വിരൂപനായെങ്കിൽ സൗന്ദര്യത്തിൽ മാത്രമല്ല കേട്ടോ, സ്വഭാവത്തിൽ മാത്രമല്ല, പിന്നെ ദൈവിക തിരിച്ചറിവിൽ ആരായി വിരൂപനായി. ദൈവിക തിരിച്ചറിവിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തെ തിരിച്ചറിയുന്ന കാര്യത്തിൽ ആരായി മനുഷ്യൻ അജ്ഞനായി പോയി, വിരൂപനായി. അതാണ് ഇസ്രായേലിന്റെ തലക്കനമെന്ന് പ്രവാചകനാകുന്ന യെശയ്യാവ് തന്റെ പ്രവചന പുസ്തകത്തിന്റെ ആരംഭ ഭാഗത്തിൽ വാക്ക് പറയുന്നുണ്ട്. ദൈവിക തിരിച്ചറിവിൽ വിരൂപരായവരെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് തുളച്ചു കയറുന്നത് ആ വചനമാണ്. യെശയ്യാവിൻ്റെ പ്രവചനം 1-ാം അധ്യായത്തിന്റെ ആരംഭ വാക്യത്തിലുണ്ട്. നിങ്ങൾക്കറിയാം, ആകാശമേ കേൾക്ക, ബാക്കി ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കും. അടുത്ത സന്ദയം, കാളതന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, എന്റെ ജനമോ എന്നെ അറിയുന്നില്ല. അങ്ങനൊരു പാട്ടില്ലേ, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക,
ഞാൻ മക്കളെ അവരെന്നോട് കാള തൻ്റെ ഉടയവനെ കഴുത തൻ്റെ യജമാനന്റെ പുൽത്തൊട്ടി അറിയുന്നല്ലോ എൻ ജനം അറിയുന്നില്ല. കാള തൻ്റെ ചേർന്ന് പാടിക്ക് അറിയാവുന്നവര് പുൽത്തൊട്ടി അകൃത്യഭാരം ചുമക്കും ജനം ദുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ വഷളായി ദൈവമാരെന്നറിയുന്നില്ല. അകൃത്യഭാരം ദുഷ്പ്രവർത്തി ആകാശമേ കേൾക്ക ഞാൻ മക്കളെ അവരെന്നോട്. എത്ര സമ്പുഷ്ടമായ വരികളല്ലേ. ദൈവിക തിരിച്ചറിവിൽ അജ്ഞരായ ജനത്തെ നോക്കി ഇസ്രായേലിന്റെ ശ്രേഷ്ഠനായ തലക്കനം ബന്ധ പ്രവാചകൻ ആകാശമേ കേൾക്കോ, അല്ല പ്രവാചകനിലൂടെ സർവശക്തനായ ദൈവം ലോകത്തോട് ഇടപെടുകയോ. ആകാശമേ കേൾക്കോ, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരെന്നോട് മത്സരിക്കുക. അടുത്തതാ ഉള്ളുപിടയുന്നതേ, കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, എന്റെ ജനമോ എന്നെ അറിയുന്നില്ല. കാളയ്ക്ക് തന്റെ ഉടയവനെ അറിയാം, കഴുതയ്ക്ക് തന്റെ യജമാനന്റെ പുൽത്തൊട്ടി അറിയാം. ദൈവിക തിരിച്ചറിവിൽ അജ്ഞനായവർക്ക് സൃഷ്ടാവായ ഉദ്ധാരകനായ വിമോചകനായ ദൈവമേതെന്നറിയുകയില്ല. അതാണ് റോമാലേഖനത്തിൽ 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നത്, ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവായി, ദൈവം തന്നെ അതവർക്ക് വെളിവാക്കി. എന്തിനാ? ദൈവിക വിഷയങ്ങളിൽ അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടത്. എന്നിട്ടും അവർ ദൈവത്തെ അറിഞ്ഞിട്ട് ദൈവത്തെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ ദൈവത്തെക്കുറിച്ചുള്ള അവരുടെ നിരൂപണങ്ങളിൽ അവരാരായി? വ്യർത്ഥരായി. അടുത്ത കണ്ടോണേ, എന്നിട്ട് ദൈവിക നിരൂപണങ്ങളിൽ വ്യർത്ഥരായവർ ചെയ്ത് കണ്ടോ, അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ. അപ്പൊ വേദപുസ്തകം പരിചയപ്പെടുത്തുന്ന ദൈവമാരാ? അക്ഷയന. ഉറക്കെന്ന് പറഞ്ഞു, ചെറുത് ഉറക്കെ. വേദപുസ്തകം പരിചയപ്പെടുത്തുന്ന ദൈവം കാലത്തിന്റെ പഴക്കത്തിൽ നീക്കം സംഭവിക്കുന്നവനല്ല, കാലഘട്ടത്തിന്റെ പോക്കിൽ മാറ്റം സംഭവിക്കുന്നവനല്ല, ഇല്ലാതാകുന്നവനല്ല. വേദപുസ്തകം പരിചയപ്പെടുത്തുന്നത് അക്ഷയനായ ദൈവമാണ്, ക്ഷയമില്ലാത്ത ദൈവമാണ്, മാറ്റമില്ലാത്ത ദൈവമാണ്, നീക്കമില്ലാത്ത ദൈവമാണ്. ആ അക്ഷയനായ ദൈവത്തെ അറിയാൻ, അനുധാവനം ചെയ്യുവാൻ, അംഗീകരിപ്പാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ഈ വീടിന്റെ അങ്കണത്തിലുണ്ടെങ്കിൽ നന്ദിയോടെ കൈകൾ ഉയർത്തി കർത്താവിനെ ഇന്ന് മഹത്വപ്പെടുത്തുകയാട്ടെ. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇടജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളയും. അങ്ങനെ ദൈവിക തിരിച്ചറിവിൽ അജ്ഞരായ മനുഷ്യർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇങ്ങനെ അവരുടെ സങ്കല്പങ്ങളിലുള്ളതിനെ ദൈവങ്ങളായി നമിച്ച് സേവിച്ച് മുന്നോട്ട് പോകുമ്പോൾ വേദപുസ്തകം മുഴു ലോകത്തോടും പരിചയപ്പെടുത്തുന്നൊരു ദൈവമുണ്ട്. ആ ദൈവം ആരാന്നറിയാമോ? ആ ദൈവം മനുഷ്യനല്ല, ആ ദൈവം പറവയല്ല, ആ ദൈവം മൃഗമല്ല, ആ ദൈവം ഇഴവജാതിയല്ല, ആ ദൈവം ഒഴുകുന്നൊരു പുഴയല്ല, ആ ദൈവം ഒരു കൂറ്റൻ പർവ്വതമല്ല, ആ ദൈവം ഒരു വടവൃക്ഷമല്ല, ആ ദൈവം സൂര്യചന്ദ്ര ഗോളാദി ഗോളമല്ല. ആ ദൈവം അത്രേ വിമോചകനാകുന്ന യേശു ക്രിസ്തു. കരമടിച്ച് കർത്താവിനെ ഒന്ന് ആരാധിച്ചേ.
അവൻ സത്യദൈവമാണ്, അവൻ നിത്യവെളിച്ചമാണ്, അവൻ പ്രശ്ന പരിഹാരകനാണ്, അവൻ ശാപമോക്ഷകനാണ്, അവൻ പാപപരിഹാരകനാണ്, അവൻ സത്യദൈവമാണ്. ഇന്ന് രാത്രിയിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, സമാധാനവും സൗഖ്യവും പ്രാപിക്കുക. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, ദൈവത്തിന്റെ സകല സമ്പൂർണതയും യേശുക്രിസ്തുവിൽ തിരിച്ചറിയുക. ബൈബിൾ പറയുന്നു, അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കണം. അവിടുന്ന് വിമോചകന, അവിടുന്ന് ഉദ്ധാരകന, അവിടുന്ന് ആരാധ്യന, അവിടുന്ന് സത്യദൈവമ. അവിടുത്തെ നാമം വാഴ്ത്തപ്പെടട്ടെ. നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം അവനെ അറിയാൻ ലഭിച്ചത് ഏറ്റവും വലിയ ഭാഗ്യം കേട്ടോ. സന്തോഷത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. പാപത്തിന്റെ മുറിവിലൂടെ ദൈവതേജസ് നഷ്ടപ്പെട്ട മനുഷ്യൻ വിരൂപനായെങ്കിൽ സ്വഭാവത്തിലും സൗന്ദര്യത്തിലും ദൈവിക തിരിച്ചറിവിലുമാരായി വിരൂപനായി. ഇത് പറയുമ്പം നമ്മളാരും അമ്മയുടെ ഉദരത്തിൽ നിന്നും വിശുദ്ധരായിട്ട് പിറന്നു വീണവരല്ല. ആണോ? അല്ല. നമ്മളും ഇന്നലകളിലെ പാപത്തിൻ്റെ മുറിവിലൂടെ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെട്ട് സ്വഭാവത്തിലും ദൈവിക തിരിച്ചറിവിലുമൊക്കെ നമ്മളും ആരായിരുന്നു? ഇന്നലകളിൽ വിരൂപരായിരുന്നു. ഈ വിരൂപരായ നമ്മെ ഈ പറയപ്പെട്ട കാര്യങ്ങളിലെ വിരൂപതകൾ മാറ്റി രൂപമുള്ളവനാക്കി തീർത്തത് ആരാന്നറിയാമോ? നമ്മൾ വിശ്വസിച്ച പ്രത്യയശാസ്ത്രമോ പ്രസ്ഥാനമോ പിടിച്ച കൊടികളോ അല്ല. പാപം നമ്മിൽ സമ്മാനിച്ച വിരൂപതകളെ മാറ്റി ആ വിഷയത്തിൽ നമ്മെ രൂപമുള്ളവനാക്കി തീർത്തത് ആരാന്നറിയാമോ? ഏറെ അഭിമാനത്തോടെ പറയാ, 2024 വർഷങ്ങൾക്ക് പുറകിൽ നമ്മുടെ സകല പാപവും വഹിച്ച് കാൽവറിയുടെ കുലമരത്തിൽ ഒരുവൻ നമുക്ക് വേണ്ടി വിരൂപനായി. ആ വിരൂപനായവനാണ് ഇന്ന് രാത്രി നാം ഉയർത്തുന്ന കർത്താവായ യേശുക്രിസ്തു. പാപത്തിന്റെ മുറിവ് സമ്മാനിച്ച വിരൂപതകളാൽ നിറഞ്ഞ ജീവിത സാഹചര്യത്തിൽ നമ്മുടെ പാപനിമിത്തം വിരൂപനായി തീർന്ന ക്രിസ്തുവിനെ കാണാൻ മാത്രമല്ല അവന് വേണ്ടി ഹൃദയം തുറക്കാൻ നമുക്കൊരു ഭാഗ്യമുണ്ടായി. അന്ന് നമ്മുടെ വിരൂപതകൾ മാറി, ഇല്ലേ? സ്തോത്രം. യെശയ്യാവ് പറയുന്നത് എന്നാണെന്നറിയാമോ? അവനെ കാണുന്നവർ മുഖം മറച്ച് കളയത്തക്ക ക്രമത്തിൽ അവൻ ആരായി? വിരൂപനായി. എത്ര സൗന്ദര്യവാനാണ് നാം ആരാധിക്കുന്ന കർത്താവ്. യേശുക്രിസ്തു സർവാംഗ സുന്ദരനല്ലേ? ഉറപ്പുണ്ടോ? 10,000 പേർകളിൽ അവൻ ആരാ? ഉറക്കെ പറഞ്ഞേ, പരമസുന്ദരനാ. വെണ്മയും ചുവപ്പുമുള്ളവനാ. ഒരു ലില്ലി പുഷ്പത്തെ പോലെ ശോഭയുള്ളവനാ. ഒന്നുകൂടെ പറഞ്ഞാൽ സൗന്ദര്യത്തിന്റെ പൂർണ്ണതയാകുന്ന സിയോനിൽ നിന്നു പ്രകാശിക്കുന്നവനാ. ആര്? നമ്മുടെ കർത്താവ്. സ്തോത്രം. അണ്ടല്ലേ നമ്മൾ പാടുന്നത്, സൗന്ദര്യത്തിൽ പൂർണ്ണതയാകുന്ന സിയോനിൽ. രണ്ടുപേരും ഒന്ന് പാടിക്ക്. സൗന്ദര്യത്തിൽ പൂർണ്ണതയാകുന്ന സിയോനിൽ നിന്നു പ്രകാശിക്കുന്നോനെ, സൗന്ദര്യത്തിന്റെ പൂർണ്ണതയാകുന്ന സിയോനിൽ നിന്ന് പ്രകാശിക്കുന്ന ആ കോമളൻ കാൽവറിയുടെ കുലമരത്തിൽ കാണുന്നവർ മുഖം മറച്ച് കളയത്തക്ക ക്രമത്തിൽ വിരൂപനായി കിടക്കുന്ന കാഴ്ച കണ്ടോ? 5480 മുറിവുകൾ മേലാവാതെ ചൂടമേറ്റ് പുറത്തു മാത്രം 150 പരം ആഴമുള്ള മുറിവുകളേറ്റ് 17 മണിക്കൂർ വെള്ളം കിട്ടാതെ ദാഹിച്ചു വരേണ്ടവനായി 17 വലിപ്പമുള്ള മുള്ളുകൾ തലയോട്ടിക്കകത്തേക്ക് ആടിനിറങ്ങിയവനായി മുഖത്തെ താടിരോമങ്ങൾ പറിച്ചെടുക്കപ്പെട്ടവനായി മുഖത്ത് തുപ്പലേറ്റവനായി 150 കിലോ തൂക്കമുള്ള മരക്കുരിശ് ഭൂമി കാരുമ്പാണിയിൽ ആ
6.5 ലിറ്റർ രക്തവും ചിന്തപ്പെട്ടവനായി സ്വന്തം തോളിൽ തലചായ്ച്ച് കിടക്കുന്ന നസ്രായനെ ഹൃദയ കണ്ണ് തുറന്നു നോക്കിക്കേ. ക്രൂശീകരണം എന്റെ ധ്യാനമുറിയിൽ ഞാൻ ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ ചങ്കുടച്ച് ദൈവത്തോട് ചോദിച്ചു, അപ്പാ 10,000ങ്ങളിൽ പരമസുന്ദരനായ അങ്ങ് കാൽവരിയുടെ കുലമരത്തിൽ എന്തുകൊണ്ട് ഇത്ര വിരൂപനായി? ആ ചോദ്യം അങ്ങോട്ട് ചോദിച്ചപ്പോൾ അവിടെ എന്നോട് മൊഴിഞ്ഞത്, മകനെ, 10,000ങ്ങളിൽ ശ്രേഷ്ഠനായ ഞാൻ കാൽവരിയുടെ കുലമരത്തിൽ കാണുന്നവർ മുഖം പറച്ച് കളയത്തക്ക ക്രമത്തിൽ ഇത്ര വിരൂപനായി മാറിയത് പാപത്തിന്റെ ഘോരമായ മുറിവിലൂടെ ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ട് സൗന്ദര്യത്തിലും സ്വഭാവത്തിലും ദൈവിക തിരിച്ചറിവിലും വിരൂപരായി മാറിയ എന്റെ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനെ രൂപമുള്ളവനാക്കി തീർക്കാൻ അവന്റെ പാപം വഹിച്ച് കാൽവരിയിൽ ഞാൻ വിരൂപനായി. ഇന്ന് രാത്രിയിൽ പാപത്തിന്റെ മുറിവുകൾ സമ്മാനിച്ച വിരൂപതകളില് പുടയുന്ന നീറുന്ന ആരെങ്കിലും ഞങ്ങളെ ശ്രമിക്കുന്നുവെങ്കില് പാപത്തിന്റെ മുറിവ് നിന്നിൽ സമ്മാനിച്ച സകല വിരൂപതകളെയും തുടച്ചു മാറ്റി നിന്നെ രൂപമുള്ളവനാക്കി തീർക്കുവാൻ നീ ജനിക്കും മുമ്പ് നിന്റെ സകല പാപവും വഹിച്ച് കാൽവരിയുടെ കുലമരത്തിൽ ഒരുവൻ പരമയാഗമായി, അവനാണ് യേശുക്രിസ്തു. അവിടെയൂടെ നിന്റെ സകല പാപത്തിനും ഇന്ന് രാത്രി ശാശ്വതമായ പരിഹാരമുണ്ട്. കൈകൾ ഉയർത്തി അവരെ മഹത്വപ്പെടുത്താം. പാപം മനുഷ്യ സമൂഹത്തിൽ വരുത്തിയ രണ്ടാമത്തെ ദുരന്തം സമാധാനം എന്ത് ചെയ്തു? നഷ്ടപ്പെടുത്തി. ലോകം നേരിടുന്ന ഏറ്റവും വലിയ അനിശ്ചിതത്വം എന്ന് പറയുന്നത് വഴിയുടെ തകരാറോ മഹാരോഗത്തിന്റെ വ്യാപനമോ ഒന്നുമല്ല. ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം സമാധാനം ഇല്ല എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് പേര് ഞങ്ങളെ പ്രാർത്ഥനയ്ക്കായി വിളിക്കാറുണ്ട്, ഉന്നതന്മാരും ഉണ്ട്. വിഷയങ്ങൾ പറഞ്ഞ് അവസാനം അവർ പറയും ഞങ്ങൾക്ക് എന്തില്ല. ഈ സമാധാനമില്ല എന്ന് തോന്നൽ മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന 2 ഇടമുണ്ട്. 1 ലഹരി, മദ്യം. 2 ആത്മഹത്യ. എത്ര വമ്പന്മാർ ഒരു തുണ്ട് കയറിലും ഒരു പിടി വിഷത്തിലും ജീവിതം അവസാനിപ്പിച്ചു. അവരുടെ ആത്മഹത്യ കുറിപ്പിനകത്തെ നിരാശാബോധം, ഞങ്ങൾക്ക് എന്തില്ല, സമാധാനമില്ല. അപ്പൊ സമാധാനമില്ല എന്ന മനുഷ്യന്റെ തോന്നൽ അവനെ കൊണ്ടെത്തിക്കുന്നത് ഭീകരമായ മയക്കുമരുന്നിലും മദ്യത്തിലും ലഹരിയിലും ആത്മഹത്യയിലുമാണെങ്കിൽ ഈ ശബ്ദസീമയിൽ ഞങ്ങളെ ശ്രമിക്കുന്ന വാത്സല്യം ഇത്രമേ, മദ്യവും ആത്മഹത്യയും ലഹരിയും സമാധാനം തരികയില്ല. തകർച്ചയുടെ നരകത്തിന്റെ എൻട്രൻസ് സമാധാനം ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവിലൂടെ ലഭിക്കും. അതാ ക്രിസ്തു ലോകത്തിൽ വന്ന് ലോകത്തോട് പറഞ്ഞതേ, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ച് പോവുക. അത് ലോകം തരുന്ന പോലെയുള്ള സമാധാനം. ലോകം തരുന്ന സമാധാനം നൈമിഷികമാണ്. അതിന്റെ ആയുസ് പ്രവചിക്കാൻ പറ്റത്തില്ലേ. എന്നാൽ യേശുക്രിസ്തു വാഗ്ദാനം ചെയ്ത സമാധാനം നിത്യസമാധാനമാണ്, ദിവ്യ സമാധാനമാണ്. വേദപുസ്തകത്തിന്റെ ഭാഷയെ പറഞ്ഞ സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനമാണ്. ആ സമാധാനം കാക്ഷിക്കുന്ന ആരെങ്കിലും സമാധാനരഹിതമായ അന്തരീക്ഷത്തിൽ ഞങ്ങൾ ശ്രമിക്കുന്നെങ്കിൽ ഒറ്റ വഴി, ഹൃദയവാതിൽ യേശുവിനായെന്ന് തുറന്ന് അവനെ ഹൃദയത്തിലേക്കൊന്ന് സ്വീകരിച്ചേ. നദി പോലെ ഒഴുകുന്ന ദിവ്യ സമാധാനം കൊണ്ട് അവൻ നിന്നെ നിറയ്ക്കും. ആ സമാധാനം ഇന്ന് രാത്രി അനുഭവിക്കുന്നവർ കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ. പാപത്തിന്റെ മുറിവ് മനുഷ്യൻ സമ്മാനിച്ച 3ാമത്തെ ദുരന്തം മരണം. ഉറക്കെന്ന് പറഞ്ഞേ. എന്തായിരുന്നു? എന്തൊരു പേടി. മരണം എന്ന് പറഞ്ഞപ്പോ വല്ലാത്തൊരു നിശബ്ദത. പലരും ബൈബിളിന്റെ സിപ്പ് ഇട്ടു, മൊബൈലിന്റെ സൈലന്റ് മാറ്റി ഷാളും വലിച്ചു കെട്ടി. എന്തൊക്കെ വലിച്ചു കെട്ടിയാലും, ഏതൊക്കെ ബൈബിളിന്റെ സിപ്പ് ഇട്ടാലും, ഏതൊക്കെ സൈലന്റ് മാറ്റിയാലും ടുഡേ ഓർ ടുമോറോ, ഇന്നല്ലെങ്കിൽ നാളെ. ഏറെ പ്രസംഗിക്കാനുണ്ട് മരണത്തെ കുറിച്ച്. ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞുവിടാം. മരണം സുനിശ്ചിതമാണ്, സമയം നിശ്ചയമല്ല.
മരണമെന്ന മഹാപ്രതിഭാസത്തിന്റെ അടിവേര് നേടി ഓടിയവർക്കും ഉത്തരം കിട്ടാതിരുന്നപ്പോൾ തിരുവെടുത്ത ചോദ്യത്തിന് ഇന്ന് രാത്രി ഉത്തരം തരുമെന്ന മരണം പാപത്തിന്റെ ശമ്പളമാണ്. മരണം പാപത്തിന്റെ കൂലിയാണ്. മരണത്തെ കുറിച്ച് ഏറെ വിശദീകരിക്കാനുണ്ട്. ഒറ്റക്കാര്യം മാത്രം എല്ലാം ചേർത്ത് പറയാം. മരണം സുനിശ്ചിതമാണ്, സമയം നിശ്ചയമല്ല. നമ്മളൊക്കെ മനുഷ്യനായി ജനിച്ചെങ്കിൽ എന്തുറപ്പാ? മരണം ഉറപ്പാ. മുട്ട് മാറ്റി വയ്ക്കാം അല്ലേ? അല്ല, മുട്ടിട്ട് ചിരട്ട മാറ്റി വയ്ക്കാം, കണ്ണ് മാറ്റി വയ്ക്കാം, കരള് മാറ്റി വയ്ക്കാം, ഹൃദയം മാറ്റി വയ്ക്കാം, തലച്ചോറ് മാറ്റി അവയവങ്ങളെല്ലാം എണ്ണം പറഞ്ഞ് മാറ്റി വയ്ക്കാം. പക്ഷേ ആ മരണം മാറ്റി വയ്ക്കാൻ പറ്റത്തില്ലേ? അതാ ബൈബിൾ പറയുന്നത്, ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യന് സുനിശ്ചിതമാ. മരണം മരിക്കാതിരിക്കാൻ ഒറ്റ മരുന്നേ ഉള്ളൂ. പണ്ട് സർക്കസുകാരൻ പറഞ്ഞു, അയാള് ഒരു തിരക്കുള്ള കവലയിൽ സർക്കസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ അയാളൊരു ടെക്നിക്ക് നടത്തി. അത് അനൗൺസ്മെന്റ്. അയാൾ പറഞ്ഞു, ശ്രദ്ധിക്കണേ, പ്ലീസ് ഒന്ന് ശ്രദ്ധിച്ചേ. ആൾക്കാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ പുള്ളിയുടെ വീട് പട്ടിണിയാവും. ആളുകൾ ശ്രദ്ധിച്ച് കണ്ട് പൈസ കൊടുത്തിട്ട് വേണ്ടേ വീട്ടിൽ ചിലവ് കഴിയാൻ. വളയത്തിൽ കൂടെ ചാടുന്നു, കയറ് കെട്ടി ഓടുന്നു, ഉച്ചൂത്തി മറിയുന്നു, വായി മണ്ണെണ്ണറച്ച് തീപ്പന്തത്തേക്ക് തുപ്പും. ഒന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഒരു ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ അടവുകൾ 18 വെയിറ്റ് ചെയ്യുക. അവസാന തടവുകൾ അനൗൺസ്മെന്റ്. ഒരു അനൗൺസ്മെന്റ് ഉണ്ട്, ശ്രദ്ധിക്കണേ. അതെ, മരിക്കാതിരിക്കാൻ ഒരു മരുന്നിന്റെ കയ്യിലുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചു. നമ്മുടെ ഇടയിലുണ്ട് ടെക്നിക്ക് നടത്തിയ ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ആള്. ഒരു ടെക്നിക്ക് വേണ്ട, നിങ്ങൾ പറഞ്ഞാൽ മതി. മരിക്കാതിരിക്കാൻ ഒരു മരുന്ന് എന്റെ കയ്യിലുണ്ട്, ആദ്യം മരുന്നവർക്ക് തരാം. ഒരു മനുഷ്യനും ശ്രദ്ധിക്കാത്ത ആ ആളുടെ ചുറ്റും 100 കണക്കിന് ആളുകൾ അടിച്ചുകൂടി. ഫിഷ് മാർക്കറ്റ്, വെജിറ്റബിൾ മാർക്കറ്റ് എല്ലാം കാലിയായി, ട്രാഫിക് എല്ലാം ബ്ലോക്കായി, ആളുകളെല്ലാം ചുറ്റും കൂടി നിൽക്കുക. 96 വയസ്സുള്ള അപ്പച്ചനും വടിയും കുത്തി പറിച്ചുകൊണ്ടിരിക്കുക മരിക്കാതിരിക്കാനുള്ള. പുള്ളി പറഞ്ഞു, തിരക്കൂട്ടല്ലേ, എല്ലാവർക്കും നേരാനുള്ള മരുന്നിൻ്റെ കയ്യിലുണ്ട്. അയാളുടെ നീളം ചൂപായുടെ പോക്കറ്റിലേക്ക് കൈ ഇറക്കിയിട്ട് ആ കൈ വലിച്ചൂരി ചുരുട്ടിയ മുഷ്ടി അന്തരീക്ഷത്തിലേക്ക് ഉയർത്തിട്ട് പറഞ്ഞു, തിരക്ക് കൂട്ടല്ലേ, എല്ലാവർക്കും തരാം, ഞങ്ങൾക്കതാ എന്ന് പറഞ്ഞ് എല്ലാവരും കൈ നീട്ടുമ്പോൾ അയാൾ പറഞ്ഞു, മരിക്കാതിരിക്കാൻ ഒരു മരുന്നുണ്ട്, എന്നാ പിടിച്ചോ, ജനിക്കാതിരിക്കണം. അപ്പം മരിക്കാതിരിക്കാൻ ഒറ്റ മരുന്നേ ഉള്ളൂ. ജനിച്ചോ, മരണം സുനിശ്ചിതം. മൈക്കിൾ ജാക്സന്റെ ഏറ്റവും വലിയ ആഗ്രഹം മരിക്കാതിരിക്കണമെന്നല്ല, 150 കൊല്ലം ജീവിക്കണമെന്നായിരുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ പോപ്പ് ഗായകനല്ലായിരുന്നു. അയാള് കുടിക്കുന്ന വെള്ളവും കഴിക്കുന്ന ആഹാരവും ധരിക്കുന്ന വസ്ത്രവും എല്ലാം ലാബിൽ ടെസ്റ്റ് ചെയ്ത് അണുവിമുക്തമാണെന്ന് ഉറപ്പുവരുത്തിയിട്ട. കണ്ണ് പോയാൽ കണ്ണ് കൊടുക്കാൻ, കരള് പോയാൽ കരള് കൊടുക്കാൻ, ഹാർട്ട് പോയാൽ ഹാർട്ട് കൊടുക്കാൻ, കിഡ്നി പോയാൽ അത് കൊടുക്കാൻ ആളുകൾ സജ്ജരാണേ. അപ്പൊ തന്നെ അത് സർജറി ചെയ്യാൻ ഡോക്ടർമാർ റെഡിയാ. കോടികൾ മുടക്കി 150 കൊല്ലം ജീവിക്കാനുള്ള എല്ലാ സന്നാഹങ്ങളും ഒരുക്കി ജാക്സൺ കാത്തുനിന്നേ. പക്ഷേ 50-ാമത്തെ വയസ്സിലെ കഥയാക്കാത്ത രൂപത്തിൽ മരണം പറന്നു വന്ന് പുല്ല് കോഴിയെ രാജുന്ന പോലെ രാജിക്കൊണ്ടുപോയില്ലേ. മനുഷ്യനിവിടെ എത്ര ക്ഷണികനാ. എന്റെ കയ്യിൽ കെട്ടിയ വാച്ചിന് ഗ്യാരണ്ടി ഉണ്ട്, പോക്കറ്റിൽ കുത്തിയ പേനയ്ക്ക് ഗ്യാരണ്ടി ഉണ്ട്, വീട്ടിലെ സകലമായ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്കും ഗ്യാരണ്ടി ഉണ്ട്. ഒരു ഗ്യാരണ്ടി ഇല്ലാത്തത് മനുഷ്യന്റെ ആയുസ്സിനാണ്. ആമേൻ. ഈ ദിവസത്തിന്റെ സന്ധ്യയുടെ ചെങ്കതിർ, സൂര്യന്റെ ചെങ്കതിരുകളെ കണ്ട ഞാനും നിങ്ങളും നാളത്തെ പ്രഭാത സൂര്യന്റെ ഉദയകിരണം കാണാൻ ആയുസോടെ ശേഷിക്കുമോ എന്ന് എത്ര പേരെ കുറപ്പുണ്ട്. മനുഷ്യന്റെ ക്ഷണികതയെ കുറിച്ച് ഇത്ര കൃത്യമായി പ്രതിപാദിക്കുന്ന ഒരു പുസ്തകം തിരുവഴുത്തല്ലാതെ മറ്റെന്തുണ്ട്? ബൈബിൾ പറയുന്നു, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ വിശ്വാസമത്രയാകുന്നു. മനുഷ്യൻ രാവിലെ വയലിൽ മുളച്ചു വരുന്ന പുല്ല് പോലെയാ, വൈകുന്നേരമാകുമ്പോൾ അത് അരിഞ്ഞു വാടിപ്പോകുന്നു. സ്നേഹിത, പണം ഇവിടെ ഉണ്ടാവാം, പവർ ഉണ്ടാകാം, സ്വാധീനമുണ്ടാകാം,
ബന്ധങ്ങളുണ്ടാകാം, നേടിയ ബിരുദങ്ങളുടെ കൂമ്പാരങ്ങൾ ചുറ്റുമുണ്ടാകാം. ഫോണെടുത്തൊന്ന് കറക്കിയാൽ നിന്റെ ഫോൺ കോളിൽ ഉന്നത ഉദ്യോഗസ്ഥരും അധികാരികളും കിടുകിട വിറച്ചേക്കാം. സഞ്ചരിക്കാൻ ആഡംബര വാഹനവും പാർക്കാൻ വീടുമൊക്കെ കണ്ടേക്കാം. നല്ല കാര്യം. പക്ഷേ ആഡംബര വാഹനവും വീടും ബിരുദങ്ങളുടെ കൂമ്പാരവും സ്വാധീനവും പവറും പണവും അധികാരവും ഒക്കെ എവിടെ വരെ ഉണ്ടെന്നറിയാമോ? ശവക്കുഴിയുടെ ഭിത്തി കൊണ്ട് അത് അസ്തമിക്കുമ്പോൾ അതിനപ്പുറം നിനക്കൊരു ജീവിതമുണ്ട്, മറന്നു പോകരുത്. അതാ ബൈബിൾ പറയുന്നത്. മൂഢാ, നീ രാത്രി നിന്റെ പ്രാണനെ തിരിച്ചു ചോദിച്ചാൽ നീ സമ്പാദിച്ചത് ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? മരണം കൊണ്ട് തീരുകയില്ല മനുഷ്യ ജീവിതം. മരണത്തിനപ്പുറം മനുഷ്യനൊരു ജീവിതമുണ്ട്. മരണത്തിനപ്പുറത്തുള്ള മനുഷ്യന്റെ ജീവിതത്തെ വേദപുസ്തകം വിളിക്കുന്ന പേരാ നിത്യത. ഉറക്കെന്ന് പറഞ്ഞ്, മരണശേഷം മനുഷ്യന് രണ്ടവസ്ഥയാ, സ്വർഗം അല്ലെങ്കിൽ നരകം. ഇവിടെ എവിടെയെങ്കിലും ഒരിടത്ത് പോകണം. പോകാനാ മരിക്കുന്നത്, പോയേ പറ്റൂ. ഒരു മനുഷ്യന് 3 പാർപ്പിടം ഉണ്ടെന്ന് ആ പുസ്തകം പറയുന്നു. അത് പറഞ്ഞ് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. 1ഉം 2ഉം പാർപ്പിടം ദൈവത്തിന്റെ അധികാര പരിധിയിൽ പെട്ടതാ. 3ാമത്തെ പാർപ്പിടം ദൈവത്തിന്റെ അധികാര പരിധിയിൽ പെട്ടതാണെങ്കിലും തിരഞ്ഞെടുക്കാനുള്ള സാവകാശം മരിച്ചു കഴിഞ്ഞ് ബന്ധുക്കൾക്കല്ല, ജീവിച്ചിരിക്കുമ്പോൾ അവരവർക്കാ. 1ാമത്തെ പാർപ്പിടം അമ്മയുടെ ഗർഭപാത്രമാ. 2ാമത്തെ പാർപ്പിടം ഈ ലോകമാ. 3ാമത്തെ പാർപ്പിടം മരണശേഷം 2 ഉണ്ട്, സ്വർഗം അല്ലെങ്കിൽ നരകം. അത് തിരഞ്ഞെടുക്കേണ്ടത് ജീവിച്ചിരിക്കുമ്പോഴാണ്. അതാ ബൈബിൾ പറയുന്നത്. ഇതാണ് രക്ഷാദിവസം, ഇതാണ് സുപ്രസാദകാലം, ഇതോ രക്ഷകൻ നിന്റെ ചാരേ. ഞാൻ അവസാനിപ്പിക്കുകയാ. എന്റെ പ്രിയരെ, എന്റെ 1ാം പാർപ്പിടം പാലക്കാരിയായ റോസമ്മ എന്ന് പറയുന്ന ഒരു നല്ല അമ്മയുടെ ഉദരവായിരുന്നു. അമ്മച്ചി മരിച്ചിപ്പോൾ 13 വർഷം കഴിഞ്ഞു. എൻ്റെ 2ാമത്തെ പാർപ്പിടം പത്തനംതിട്ട ജില്ലയിലാണ്. റാന്നി താലൂക്കിൽ അത്തിക്കം വില്ലേജിൽ കണ്ണമ്പള്ളി എന്ന കൊച്ചു ഗ്രാമം. പമ്പയുടെ തീരം, വനത്തിൻ്റെ അതിര്. എത്ര സുന്ദരമാണ് എൻ്റെ 2ാം പാർപ്പിടം. എപ്പോഴും എൻ്റെ 2ാം പാർപ്പിടം എന്നോട് പറയും, മോനെ 1ാം പാർപ്പിടം പോയതുപോലെ ഇന്നല്ലേ നാളെ 2ാം പാർപ്പിടവും വിടണം. 3ാമതൊരു പാർപ്പിടമുണ്ട്, അതാ നിത്യം. അത് ഇന്നേക്ക് 34 വർഷത്തിന് പുറകിൽ ആ 3ാമത്തെ പാർപ്പിടം എൻ്റെ 10ാമത്തെ വയസ്സിൽ ഞാൻ ഉറപ്പിച്ചു. 10 വയസ്സുള്ളപ്പോൾ എൻ്റെ ഹൃദയം യേശുവിന് വേണ്ടി തുറന്നപ്പോൾ, അവൻ്റെ കൽപ്പന അനുസരിച്ച് അവൻ്റെ മകനായപ്പോൾ, മരണശേഷം എൻ്റെ 3ാമത്തെ പാർപ്പിടം ഞാൻ ഉറപ്പുവരുത്തി. കെടാത്ത തീയും ചാകാത്ത പിടുവും ഭവിക്കുന്ന നരകമല്ല, വിശുദ്ധന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യ സ്വർഗമാണ്. 1ാം പാർപ്പിടം കഴിഞ്ഞ് 2ാം പാർപ്പിടത്തിൽ പാർക്കുന്ന സ്നേഹിത, ക്ഷണിക്കാത്ത അതിഥിയായി നനയ്ക്കാത്ത നേരം മരണം നിന്നെ ഗ്രസിച്ചാൽ 3ാമത്തെ പാർപ്പിടം എവിടെ? സാത്താനും തന്റെ ദൂതർക്ക് ഒരുക്കിയിരിക്കുന്ന കെടാത്ത തീയും ചാകാത്ത പിടുവും ഭവിക്കുന്ന കാത്തുന്ന നരകമോ, അതോ വിശുദ്ധന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യ സ്വർഗമോ? ഇന്ന് രാത്രി ഉറപ്പുവരുത്തുക. പാപത്തിന്റെ മറിവ് മനുഷ്യനിൽ സമ്മാനിച്ച 3ാമത്തെ ദുരന്തം നിത്യമായ മരണം. ഇന്ന് രാത്രിയിൽ പാപം സമ്മാനിച്ച, പാപത്തിന്റെ മുറിവ് സമ്മാനിച്ച മാരകമായ ദുരന്തത്തിൽ പിടഞ്ഞു പുളയുന്ന ആരെങ്കിലും ഞങ്ങളെ അടുത്തോ അകലങ്ങളിലോ ശ്രദ്ധിക്കുന്നെങ്കിൽ, പാപത്തിന്റെ മുറിവ് നിന്നിൽ സമ്മാനിച്ച മാരകമായ ദുരന്തത്തെ ശാശ്വതമായി പരിഹരിക്കുവാൻ ഗിലെയാദിൽ വൈദ്യനുണ്ട്. അവിടെ സുഗന്ധ തൈലമുണ്ട്. ഗിലെയാദിലെ വൈദ്യൻ സുഗന്ധ തൈലം ഉണ്ടാക്കുന്നത് ഗിലെയാദ് മലനിരയിൽ നിന്നും ഔഷധ തൈയെ പറിച്ചെടുത്ത് ചക്കിലിടിച്ച് ചതച്ച് ഞെക്കിപ്പിഴിഞ്ഞാണെങ്കിൽ മുഴു ലോകം നേരിടുന്ന പാപത്തിന്റെ ഭീകര മുറിവിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ ഇന്നലെയല്ല 2000 വർഷങ്ങൾക്ക് പുറകിൽ പരമവൈദ്യനായ പിതാവ് ഒരു തൈലം സംവിധാനം ചെയ്തു. ആ തൈലം ഇന്ന് രാത്രിയിലും ജീവിക്കുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഗിലെയാദിലെ വൈദ്യൻ മലനിരയിൽ നിന്നും ഔഷധ തൈയാ പറിച്ചെടുക്കുന്നത്. യെശയ്യാവ് തന്റെ പ്രവചനത്തിന്റെ 53-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് ഓർപ്പിക്കുന്നത്, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞത്, അവൻ ഇളയതൈ പോലെ. പുറകെ എന്ന് പറഞ്ഞ് യേശു ഇളയതൈ പോലെ. ഗിലെയാദിലെ വൈദ്യൻ മലനിരയിൽ നിന്നും ഔഷധത്തൈയെ പറിച്ചെടുക്കുന്ന പോലെ പിതാവിന്റെ മുമ്പിൽ പ്രബോധിച്ചു കൊണ്ടിരുന്ന തന്റെ പുത്രനാകുന്ന ഇളയതയ്യെ ദയയില്ലാതവൻ പറിച്ചെടുത്തു. ഗിലെയാദിലെ വൈദ്യൻ പറിച്ചെടുത്ത ഔഷധത്തയ്യെ ചക്കിനകത്തിട്ടിടിച്ച് തതയ്ക്കുന്ന പോലെ
പിതാവായ ദൈവം തന്റെ പുത്രനാകുന്ന ഇളയതയെ പറിച്ചെടുത്ത് ഒരു ചക്കിനകത്തിട്ട് ചതച്ചു. ആ ചക്കേതാ ക്രൂശീകരമെന്ന ചക്കിലിട്ട് ചതച്ചു. ഇത് സമനയിൽ മുഴുലോകത്തിന്റെയും പാപവും എന്റെ മേൽ ചുമത്തപ്പെട്ടപ്പോൾ തൈ ചതയപ്പെടാൻ തുടങ്ങി. വിയർപ്പിന് പകരം ചോരത്തുള്ളി പോലെ പുറത്തേക്ക് വന്നപ്പോൾ ക്രിസ്തുവാകുന്ന ഇളയതൈ ചതയപ്പെടാൻ തുടങ്ങി. 5 മതകോടതികൾ വിസ്തരിക്കുമ്പോൾ ആ തൈ ചതയപ്പെടുകയാ. പീലാത്തോസിന്റെ വിധി പ്രകാരം ഗമനയുടെ കൽത്തലത്തിൽ അവനെ അടിക്കുമ്പോൾ ആ തൈ ചതയപ്പെടുകയാ. 150 കിലോ തൂക്കമുള്ള ക്രൂശ് എടുത്തവന്റെ തോളിൽ വെക്കുമ്പോൾ 350 പടയാളികളും 50 കുതിരച്ചേവകരും അവനെ അടിക്കുമ്പോൾ ആ തൈ ചതയപ്പെടുകയാ. ആയിരക്കണക്കിന് മുറിവേറ്റ് കാകുൽത്തയിലേക്ക് നടക്കുമ്പോൾ ആ തൈ ചതയപ്പെടുകയാ. അങ്ങ് ദൂരെ തലയോടിന്റെ ആകൃതിയിൽ 150 കിലോ തൂക്കമുള്ള മരക്കുരിശിൽ ആയിരക്കണക്കിന് മുറിവേറ്റവൻ 3 അടിമേൽ സ്വന്തം തോളിൽ തലചായിച്ചു പ്രാണനെ വിട്ടപ്പോൾ ആ തൈയുടെ ചതവ് പൂർണ്ണമായി. ഗദസമന മുതൽ കാൽവരിയുടെ മലമുകൾ വരെ ചതയപ്പെട്ട ക്രിസ്തുവാകുന്ന ഇളയതയിലൂടെ മനോഹരമായ ഒരു തൈലം പുറത്തേക്ക് വന്നു. ആ തൈലമാണ് അവന്റെ രക്തമെന്ന തൈലം. ബൈബിൾ പറയുന്നു, നിങ്ങളുടെ പാപം എത്ര കടുംചുമപ്പാണെങ്കിലും അതിനെ ഹിമം പോലെ വെണ്മയാക്കാൻ യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം നിങ്ങളുടെ സകല പാപവും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കുന്നു. ഇന്ന് രാത്രിയിൽ പാപത്തിന്റെ മുറിവ് സമ്മാനിച്ച ദുരന്തങ്ങളിൽ പിടയുന്ന ആരെങ്കിലും ഞങ്ങളെ ശ്രമിക്കുന്നുവെങ്കിൽ നിന്റെ പാപത്തെ പൂർണ്ണമായി പരിഹരിക്കുവാൻ ഗിലെയാദിൽ പരമവൈദ്യനുണ്ട്. അവിടെ തൈലമുണ്ട്. ആ വൈദ്യൻ പിതാവായ ദൈവമാണ്. ആ തൈലം അവിടുത്തെ പുത്രനാകുന്ന യേശുക്രിസ്തുവിന്റെ രക്തമാണ്. പാപിയാണ്. പാപം ഞെക്കി ഉടച്ച ജീവിതത്തിന്റെ ശിഷ്ടായുസ് പേറി ദുരന്തപൂർണമായ ജീവിതം നയിക്കുന്ന ഒരു ഹതഭാഗ്യനാണ് ഞാൻ. വൈകിയാണെങ്കിലും ഞാൻ അറിയുന്നു, യേശു ഈ ലോകത്തിൽ വന്നത് എനിക്ക് വേണ്ടി. ക്രൂസിൽ അവൻ തകർക്കപ്പെട്ടത് എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി. യേശുവിന്റെ ക്രൂസിലെ ബലിമരണം എന്റെ പാപമോചനമായി വിശ്വസിക്കുന്നു. അവനായി എന്റെ ഹൃദയത്തെ ഏൽപ്പിക്കുന്നു. യേശുവേ, അങ്ങ് എന്റെ ഹൃദയത്തിൽ വരണമേ. ക്രൂസിലൊഴുക്കിയ പാവന രക്തം കൊണ്ട് എന്റെ പാപത്തിന്റെ മുറിവുകളെ അങ്ങ് മാറ്റണമേ എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയം ഒരു നിമിഷം കർത്താവിനായി കൊടുക്കാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ ഒന്നടച്ചാട്ടെ. ഇന്ന് രാത്രി ഞാനൊരു രോഗിയാണ്. എന്റെ നെഞ്ചിൻ കൂട് പൊളിച്ചാൽ വിങ്ങുന്ന നൊമ്പരങ്ങളും വേദനകളും സ്വകാര്യ ദുഃഖങ്ങളും മാത്രമാണ്. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്നാഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ ഹൃദയം ഒരു നിമിഷം കർത്താവിനായി സമർപ്പിച്ചാട്ടെ. ഞാൻ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാൻ പോകും. എല്ലാ കരങ്ങളും സ്വർഗത്തിലേക്ക് ഒരു നിമിഷം ഒന്ന് ഉയർത്തിപ്പിടിക്കാം. പ്രാർത്ഥന ആവശ്യമുള്ളവരും അല്ലാത്തവരും എല്ലാം കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. എല്ലാ നാവിൽ നിന്നും ഇന്ന് രാത്രി സ്തുതികളും സ്തോത്രങ്ങളും ഉയരട്ടെ. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ജീവന്റെ അപ്പമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാണെങ്കിൽ വിശ്വസിക്കുന്ന ജനത്തിന്റെ മേൽ ഈ വചനത്തിന്റെ വിളംബരങ്ങൾ ഇന്ന് രാത്രി ദൈവശക്തിയായി, രോഗസൗഖ്യമായി, നിത്യജീവനായി, പാപമോചനമായി, പാപത്തിന്റെ മുറിവുകൾ സമ്മാനിച്ച ദുരന്തങ്ങളിൽ നിന്നും ഒരു പരിഹാരമായി ഈ വചനത്തിന്റെ വിളംബരങ്ങൾ മാറട്ടെ. രോഗത്തിന്റെ കെട്ടുകൾ അടിയട്ടെ. പാപത്തിന്റെ ശാപത്തിന്റെ പാസങ്ങൾ അടിയട്ടെ. ഈ ദേശം വിധിവിക്കപ്പെടട്ടെ. ജനത്തെ അനുഗ്രഹിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ നമ്മുടെ കൈകൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താം. ശക്തിയോടെ ഗിലെയാദിൽ വൈദ്യനുണ്ട്. അവിടെ സുഗന്ധ തൈലമുണ്ട്. ദേശമേ, നിങ്ങൾ നേരിടുന്ന പാപത്തിന്റെ മുറിവിന് ശാശ്വതമായ പരിഹാരമുണ്ട്. ആ പരിഹാരകൻ യേശു ക്രിസ്തുവാണ്. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. റോബിൻ മുൻപോട്ട് വരും. പ്രിയ സഹോദരങ്ങൾ പാടും. കരങ്ങൾ അടിച്ച് പാടി നമുക്ക് നമ്മുടെ കർത്താവിനെ ആരാധനയിൽ കെട്ടുകൾ പൊട്ടുമല്ലോ, രോഗങ്ങൾ മാറുമല്ലോ, ശാപങ്ങൾ മാറുമല്ലോ, ക്ഷീണങ്ങൾ മാറുമല്ലോ, ബന്ധനങ്ങൾ അടിയുമല്ലോ. ശക്തിയോടെ കരങ്ങൾ അടിച്ചവരെ ആരാധിക്കും.
അതിനെ കാണുവാൻ അതിവാണ് ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. അതിനെ കാണുവാൻ അതിവാണ് ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. കണ്ടാൽ മതി വരാൻ സുന്ദരരൂപനെ, കണ്ടാൽ മതി വരാൻ സുന്ദരരൂപനെ, ഓടിക്കാണാൻ വാഞ്ചയേറുന്നേ, ഓടിക്കാണാൻ വാഞ്ചയേറുന്നേ. അതിനെ കാണുവാൻ അതിവാണ് ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. അതിനെ കാണുവാൻ അതിവാണ് ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. ആമേ പഴമരും ഭൂമിയിൽ ദേശം സ്ഥാപിക്കും നിത്യകുലാമുഖത്തെത്തും ഞാൻ. പഴമരും ഭൂമിയിൽ ദേശം സ്ഥാപിക്കും നിത്യകുലാമുഖത്തെത്തും ഞാൻ. ഓ വിശ്രമിച്ചിടും ഞാൻ